പോരാട്ടം സംഘടിപ്പിക്കുന്ന ഈ ഓൺലൈൻ സംവാദ പരമ്പരയുടെ മൂന്നാമത്തെ വിഷയമാണ് ഇന്ന് സഖാവ് കെ മുരളി അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണവർഗങ്ങളുടെ നയങ്ങളും പ്രത്യാഘാതങ്ങളും എന്നുള്ള വിഷയത്തിൽ വിവിധ വിഷയങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു സംവാദ പരമ്പരയാണ്. ഇന്നത്തെ വിഷയം ജാതി സംവരണം, ജനാധിപത്യ അവകാശം, സാമൂഹ്യ നീതി, വർഗവീക്ഷണം എന്നുള്ള വിഷയമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ ലൈവ് കാണുന്ന സഖാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് തോന്നിയേക്കാം വലിയൊരു കർഷക സമരത്തിൻ്റെ തീച്ചുളയിലൂടെ ഇന്ത്യ കടന്നു പോകുമ്പോൾ ആ സമയത്ത് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് തോന്നിയേക്കാം. ഞങ്ങൾ 10 വിഷയങ്ങൾ സെലക്ട് ചെയ്തിരുന്നു. അതിൽ ഒന്നാമത്തെ വിഷയം ഈ ഇന്ത്യൻ ഭരണവർഗങ്ങളുടെ നയങ്ങളും പ്രത്യാഘാതങ്ങളും എന്നുള്ള വിഷയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ കുഞ്ഞാമൻ ഒരു പേപ്പർ അവതരിപ്പിക്കുകയുണ്ടായി. തുടർന്ന് കാർഷിക ബില്ലുകളും പ്രത്യാഘാതങ്ങളും എന്നുള്ള വിഷയം അഡ്വക്കേറ്റ് KV ബിജു സമരഭൂമിയിൽ നിന്ന് തന്നെ അവതരിപ്പിക്കുകയും അതിൽ കെ സഹദേവേട്ടൻ, KP ശ്രീനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്ത ഒരു ഗൂഗിൾ മീറ്റ് പരിപാടിയായിട്ട് ഞങ്ങൾ ചെയ്യുകയുണ്ടായി. പക്ഷെ അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ചില സാങ്കേതിക കാരണങ്ങൾ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ 2 വിഷയങ്ങൾക്ക് ശേഷമുള്ള ഒരു വിഷയം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് നമ്മൾ ഈ വിഷയം എടുത്തിട്ടുള്ളത്. ജാതി സംവരണത്തിൻ്റെ പ്രശ്നം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ജാതി സംവരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജാതി സംവരണത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച്, അതിൻ്റെ ജനാധിപത്യ അവകാശത്തിൻ്റെ തലം, അതിൻ്റെ സാമൂഹ്യ നീതിയുടെ വശം, അതോടൊപ്പം തന്നെ ജാതി സംവരണത്തിൻ്റെ പരിമിതിയെ കൂടി ചർച്ച ചെയ്യുന്ന അതിൻ്റെ വർഗവീക്ഷണം എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഈ വിഷയം സംവാദത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സഖാവ് കെ മുരളി ഇവിടെ ഉണ്ട്. സഖാവിനെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഈ വിഷയത്തിൽ സംവാദത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും, മുഴുവൻ ജനങ്ങളെയും, സുഹൃത്തുക്കളെയും, സഖാക്കളെയും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സംവാദത്തിൻ്റെ ഒരു സെഷൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ലൈവായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് അതിനൊരു മറുപടി പറയുക എന്നുള്ള ഗൂഗിൾ മീറ്റ് പോലുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത മൂലം ഇതിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ഈ ഫേസ്ബുക്ക് ലൈവിൻ്റെ ചുവട്ടിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് അതിൽ മറുപടി പറയാൻ കഴിയും. പരമാവധി നമുക്ക് ഒരു 3/4 മണിക്കൂർ കൊണ്ട് വിഷയ അവതരണം കഴിയുകയും അതിനുശേഷമുള്ള ഭാഗം ചോദ്യോത്തരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാനാണ് ആലോചിച്ചിട്ടുള്ളത്. മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. സഖാവ് കെ മുരളിയെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കാനായി എനിക്ക് അവസരം തന്നിട്ടുള്ള പോരാട്ടത്തിൻ്റെ സഹാക്കൾക്ക് ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇതിൽ കേൾവിക്കാരായി വന്നിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ജാതി സംവരണം, സാമൂഹ്യ നീതി, ജനാധിപത്യ അവകാശം, വർഗവീക്ഷണം എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രഭാഷണം നടത്താനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ വേറിട്ട വിഷയങ്ങളിൽ നിന്നൊന്നല്ല, അവ പരസ്പരം ബന്ധിതമായതുകൊണ്ട് തന്നെ അങ്ങനെ അവയെക്കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിനൊരു അടിയന്തര പ്രാധാന്യം വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരും അതിനെ തുടർന്ന് വിവിധ സംസ്ഥാന സർക്കാരുകളും സംവരണ ചട്ടങ്ങളിലും നിയമത്തിലും ഭേദഗതി വരുത്തിക്കൊണ്ട്
സവർണരിലെ ഒരു വിഭാഗത്തിന്, ദരിദ്രർ എന്നവർ നിർവചിച്ചിരിക്കുന്ന ഒരു വിഭാഗത്തിന് 10% സംവരണം നടപ്പാക്കുന്ന ഒരു നീക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഇതിനകം തന്നെ ധാരാളം അഭിപ്രായ പ്രകടനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന സമീപനത്തിനെയും അതുപോലെ തന്നെ അത് പ്രായോഗികമാക്കുമ്പോഴുണ്ടാകുന്ന ഏതൊക്കെ തരത്തിലാണ് ജാതി സംവരണം അട്ടിമറിക്കപ്പെടുക, നിലവിലുള്ള സംവരണ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളൊന്നും കുറയില്ല എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഫലത്തിൽ അതെങ്ങനെയാണ് കുറയാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള വിവിധ കോണുകളിൽ നിന്നും ധാരാളം പ്രഭാഷണങ്ങളും ലേഖനങ്ങളും ലഘുലേഖകളും മറ്റുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. സംവരണത്തിന് നേരെയുള്ള, ജാതി സംവരണത്തിന് നേരെയുള്ള ഈ ആക്രമണത്തിനെ ചെറുക്കാനായിട്ട് വിവിധ ദളിത് സംഘടനകളും ആദിവാസി സംഘടനകളും അതുപോലെ മറ്റുള്ള സാമൂഹ്യ വിഭാഗങ്ങളുടെ OBC വിഭാഗങ്ങളെല്ലാം കൂടി ഒത്തുചേർന്നിട്ടുള്ള വലിയ പ്രക്ഷോഭ നിരകളും ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് വിസ്തരിച്ച് കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യത്തിന് ഇപ്പോൾ തന്നെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സവർണറിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഇപ്പോൾ 10% സംവരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യക്ഷത്തിലപ്പോൾ അതൊരു സാമ്പത്തിക സംവരണത്തിൻ്റെ വിഷയമായിട്ട് തോന്നിച്ചേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അത് സാമ്പത്തിക സംവരണമല്ല, ജാതീയ സംവരണം തന്നെയാണ്. കാരണം എല്ലാ ദരിദ്രർക്കും എന്ന നിലയ്ക്കല്ല അത് വന്നിരിക്കുന്നത്. സവർണറിലെ ദരിദ്ര വിഭാഗങ്ങൾക്ക് എന്ന നിലയ്ക്ക് സവിശേഷമായി നിർവചിച്ചുകൊണ്ട് ആണത് ചെയ്തിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇത് അവതരിപ്പിക്കപ്പെടുന്നത് സാമ്പത്തിക സംവരണം എന്നൊക്കെ പേരിലാണെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു ജാതി സംവരണമാണ്. മാത്രമല്ല, നിലനിൽക്കുന്ന ജാതി സംവരണത്തിനെ അട്ടിമറിക്കാൻ, തകർക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു ജാതി സംവരണമാണ്. കാരണം നിലനിൽക്കുന്ന ജാതി സംവരണം നൂറ്റാണ്ടുകളായി ജാതീയ അടിച്ചമർത്തലും അവഹേളനവും വിവേചനവും അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായി പിന്നാക്കാവസ്ഥയിലായ ജനവിഭാഗങ്ങൾക്ക് മറ്റുള്ളവരോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു അവസര സമത്വത്തിൻ്റെ കുറച്ചെങ്കിലും ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ട് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്ത ഒരു ജനാധിപത്യ അവകാശമാണ് ജാതി സംവരണം എന്ന് പറയുന്നത്. മറിച്ച് ഈ മർദ്ദനത്തിനും ഈ അടിച്ചമർത്തലിനും ഈ അവകാശ നിഷേധങ്ങൾക്കും കാരണക്കാരായിരുന്ന ജാതികൾക്ക് ഇതേ ജാതീയ അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കുക എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ജാതി സംവരണത്തെ തന്നെ, അതിൻ്റെ അടിസ്ഥാന മൂലതത്വത്തെ തന്നെ, സാമൂഹ്യ ആവശ്യകത അനുഭവിക്കുന്ന, അടിച്ചമർത്തപ്പെടുന്ന, പിന്നാക്കാവസ്ഥയിലുള്ള, അതുമൂലം പിന്നാക്കാവസ്ഥയിലുള്ള ആൾക്കാർക്ക് അവസര സമത്വം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പാക്കുന്ന ഒരു കാര്യത്തിന് അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. കാരണം സവർണരിലെ ധനികർ മാത്രമല്ല, ദരിദ്രരും ജാതീയമായ, ഇന്നത്തെ സമൂഹത്തിൽ ജാതീയമായ മേൽക്കൈ അനുഭവിക്കുന്നവരാണ്. ഒരു ആധിപത്യ സാമൂഹ്യ വിഭാഗത്തിൻ്റെ ഭാഗമാണവർ. ആ നിലയ്ക്ക് അവർ ജാതീയമായിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള അവശത അനുഭവിക്കുന്നില്ല. മറിച്ച് ജാതി അവർക്കൊരു അനുകൂല ഘടകം തന്നെയാണ്, അവർക്ക് ഗുണം ചെയ്യുന്ന, ഉപകാരപ്പെടുന്ന ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാതീയ അടിസ്ഥാനത്തിൽ അവർക്ക് സംവരണം അനുവദിക്കുക എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തിനാണോ ജാതി സംവരണം നടപ്പാക്കിയത് അതിനെ ഇല്ലാതാക്കി പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്ന ഒരു ദിശയിലുള്ള നീക്കമായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഇതിനവർ പറയുന്ന ന്യായീകരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജാതിയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു കോണിൽ നിന്നിട്ടാണ് പ്രശ്നം അവതരിപ്പിക്കുക. അതായത് ജാതി ഏതായാലും ദരിദ്രരുടെ പ്രശ്നം പരിഗണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ എന്ന്. കപട കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള, തിരുത്തൽവാദികളായിട്ടുള്ള CPM-കാരും മറ്റുമൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞു നടക്കുന്നൊരു വാദമാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരുന്ന, കേരള സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്ന ശശിധരൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നൊരു വാദഗതി, ഇവിടെ OBC
SC ST വിഭാഗങ്ങൾക്കൊക്കെ സംവരണാനുകൂല്യമുണ്ട്. നേരെ മറിച്ച് ഉദ്യോഗസ്ഥ വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട്. മറിച്ച് സവർണ ദരിദ്രർക്ക് ഈ ആനുകൂല്യം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സവർണ ദരിദ്രരെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായൊരു നടപടി ആവശ്യമാണ് എന്നാണ് ഉന്നയിക്കുന്ന ന്യായീകരണം. എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് നമ്മൾ ആദ്യം പരിശോധിച്ച് നോക്കുക. കേരളത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംവരണത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ചിരുന്ന നരേന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യം, വസ്തുതകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ സംവരണം നല്ലപോലെ നടപ്പാക്കി എന്നൊക്കെ അവകാശപ്പെടുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം പോലും OBCയിൽ ഈഴവരൊഴികെ മറ്റൊരു ജാതിക്കും അവർക്ക് അർഹതപ്പെട്ട പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല. SC STയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, വിവിധ വിഭാഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സംവരണം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് ക്ലാസ് Dയിൽ പലപ്പോഴും അവരുടെ അർഹതപ്പെട്ട പ്രാതിനിധ്യത്തെ കവിഞ്ഞു നിൽക്കുമ്പോൾ, മറിച്ച് ഈ ക്ലാസ് Aയിലേക്ക് വരുമ്പോൾ, അതായത് ഉദ്യോഗങ്ങളുടെയും മറ്റൊക്കെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലങ്ങളിലേക്ക് വരുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് തീരെ നാമാവശേഷമാകുന്നൊരവസ്ഥയാണ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. OBC SC ST വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിച്ചു എന്ന് ശശിധരൻ കമ്മീഷൻ പറയുമ്പോൾ വസ്തുതാവിരുദ്ധമായിട്ടൊരു കാര്യമാണത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള നരേന്ദ്രൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയ വസ്തുതയ്ക്ക് വിരുദ്ധമായി ഒരു കാര്യം പറയുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ അംഗീകരിച്ചു എന്നതിൽ നിന്ന് തന്നെ അതിൻ്റെ യഥാർത്ഥ പക്ഷപാതിത്വം ആർക്കനുകൂലമായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റു ചില വസ്തുക്കൾ നോക്കാം. 2018-19 കേന്ദ്ര സർവകലാശാലകളിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകളിൽ ഒരൊറ്റ OBC എന്നുള്ള വ്യക്തി പോലും ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളുടെ തലത്തിൽ നോക്കുകയാണെങ്കിൽ OBC, ദളിത്, ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് അതിൻ്റെ മേൽത്തലത്തിൽ ഒരാൾ പോലും ഇല്ല. നിയമവ്യവസ്ഥയുടെ കാര്യമായാലും ശരി, സൈനിക ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൻ്റെ കാര്യമായാലും ശരി, ഇവിടെയൊക്കെ തന്നെ, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ കാര്യത്തിലായാലും ശരി, ഇവയെല്ലാം തന്നെ സംവരണത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും തന്നെ ഈ പറയുന്ന പ്രാതിനിധ്യമില്ല. ഇനി ഈ ദരിദ്രർക്ക് സവിശേഷമായ ആനുകൂല്യം വേണ്ടേ എന്നതാണ് വാദമെങ്കിൽ, ഇപ്പോൾ സംവരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളെ ദരിദ്രർക്കും സവിശേഷമായ ആനുകൂല്യങ്ങൾ നൽകേണ്ടതല്ലേ? അവർക്ക് അങ്ങനെയാണെങ്കിൽ പ്രത്യേകമായിട്ടൊരു അവർക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ നടപടി ഉണ്ടാകേണ്ടതല്ലേ? അപ്പോൾ വസ്തുതാപരമായാലും ശരി, അവർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും അത് നിലനിൽക്കുന്നതല്ല. ഇനി ഈ മുന്നോക്ക വിഭാഗങ്ങൾക്ക്, അത് സവർണ വിഭാഗങ്ങൾക്ക്, അതിലെ ദരിദ്രർക്ക് എന്നും പറഞ്ഞുകൊണ്ട് സംവരണം നടപ്പാക്കിയ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ഒരു സംഘം സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ, ഇന്ത്യയിലെ വിവിധ പ്രശസ്തമായിട്ടുള്ള സർവകലാശാലയിൽ ജോലി എടുക്കുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഒരു കൂട്ടായിട്ടൊരു പഠനം നടത്തുകയുണ്ടായി. അത് EPW പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില കണക്കുകൾ നോക്കുകയാണെങ്കിൽ IIT, NIT ഉൾപ്പെടെയുള്ള 445 മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് അവർ പഠനം നടത്തിയത്. അതിൽ അവർക്ക് പരിശോധിച്ച് കാണാൻ കഴിഞ്ഞത് സവർണ ദരിദ്ര വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം 28%. ഇപ്പോൾ ഈ പുതിയ ഭേദഗതിയിലൂടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്, നടപ്പാക്കിയിരിക്കുന്നത് 10%. ഓർക്കണം. അതായത് അതിൻ്റെ 3 ഇരട്ടിയോളം ഇപ്പോൾ തന്നെ ഈ പറയുന്ന ദരിദ്ര വിഭാഗം പ്രാതിനിധ്യമുണ്ട്. ഇനി ഈ സ്ഥാപനങ്ങളിൽ മിക്കതിലും ദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡമായിട്ട് ഒരു ദരിദ്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്കുള്ള പരിഗണന നൽകണമെങ്കിൽ, സ്കോളർഷിപ്പിനും മറ്റൊക്കെയുള്ള പരിഗണന നൽകണമെങ്കിൽ വച്ചിരിക്കുന്ന മാനദണ്ഡം 5.5 ലക്ഷം രൂപയാണ്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന 8 ലക്ഷം രൂപയാണ്, കേരള സർക്കാർ 4 ലക്ഷം രൂപയാണ്. എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പരിഗണന വച്ച് 8 ലക്ഷത്തിൻ്റെ വരുമാന പരിധി വെച്ചിട്ടാണ് നമ്മൾ പരിശോധിക്കാൻ നോക്കുന്നതെങ്കിൽ, കേന്ദ്ര സർവകലാശാലകളിൽ ഈ പറയുന്ന മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കേന്ദ്ര സർവകലാശാല മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടും, ചുരുങ്ങിയത് 40%
ഇവർ ദരിദ്രർ എന്ന് വിശേഷിപ്പിക്കുന്ന സവർണ വിഭാഗങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ അവർക്ക് പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്ന ഒരു കപട ന്യായം പറഞ്ഞുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളെ പ്രത്യേകമായിട്ട് വേർതിരിച്ച് ആ പഠനം പരിശോധിക്കുന്നുണ്ട്. അതിൽ പൊതുവിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പകുതിയിലും, അതായത് 50% സ്ഥാപനങ്ങളിലും 20% മുകളിൽ ആണ് സവർണ ഈ പറയുന്ന ദരിദ്ര വിഭാഗത്തിന് പ്രാതിനിധ്യം എന്ന് പറയുന്നത്. കുറച്ചെങ്കിലും കുറവ് വന്നിരിക്കുന്നത് മെഡിസിൻ, ആർക്കിടെക്ചർ, നിയമ സർവകലാശാലകൾ, MBA, IIM പോലെയുള്ള MBA ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി നൽകുന്ന സ്ഥാപനങ്ങളിലൊക്കെയാണ്. ഇവിടെയൊക്കെയുള്ള വളരെ ഉയർന്ന ഫീസും അതുപോലെ തന്നെ അവരിലൊക്കെ പ്രവേശനം കിട്ടുന്നതിന് കടക്കേണ്ടി വരുന്ന കടമ്പകളുമൊക്കെ ആയിരിക്കണം അതങ്ങനെ അല്പം കുറയാനായിട്ടുള്ള കാരണം. പക്ഷെ പൊതുവിൽ അതല്ല അവസ്ഥ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് പരിശോധിക്കേണ്ട പ്രശ്നം ഇവർ ദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നൊരു കാര്യമാണ്. എന്താണ് ഈ ദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം? കേന്ദ്ര സർക്കാർ അത് 8 ലക്ഷമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ മാസ വരുമാനം ഏതാണ്ട് 67,000 രൂപ വരും. നമ്മുടെ നാട്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെ സർവീസിൽ തന്നെ എടുത്താൽ ഈ 67,000 വരുമാനം കിട്ടുന്ന വിഭാഗം ഏതായിരിക്കും? വളരെ വ്യക്തമായും ഇടത്തരക്കാരുടെ നടുവിൽ മുകളിലുള്ള മേൽത്തട്ടിൻ്റെ ഭാഗമാണ് അതിൽ വരിക. അതായത് ഇടത്തരക്കാരുടെ താഴ്ന്ന വിഭാഗം പോലും അല്ല, ഇടത്തരം വിഭാഗത്തിൻ്റെ നടുത്തട്ടും അതിന് മേലെയും വരുന്നതാണ് ഈ 67,000 മാസ വരുമാനം കിട്ടുന്ന വിഭാഗം. ഇവരുടെ ഒരു പൊതു പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്കവാറും ഇവർ CBSE സ്കൂളുകളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിച്ച് വന്ന കുട്ടികളൊക്കെ ആയിരിക്കും ഇവിടെ നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിലുള്ള സവർണറിലെ തന്നെ ദരിദ്രരുമായിട്ടൊരു മത്സരത്തിൽ അവർക്കായിരിക്കും മുൻതൂക്കം കിട്ടുക എന്ന് ഉറപ്പ്. ചുരുക്കത്തിൽ ഈ ദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞ് നിശ്ചയിച്ചിരിക്കുന്ന ഈ 8 ലക്ഷം വരുമാനം, വാർഷിക വരുമാനം, ഫലത്തിൽ സവർണറിലെ തന്നെ ദരിദ്രരെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രതികൂലമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. 8 ലക്ഷം അല്ലെങ്കിൽ പിന്നെ പറയുന്നൊരു മാനദണ്ഡം 5 ഏക്കർ ഭൂമിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഭൂവുടമകളിൽ 67%-നും 2.5 ഏക്കറിന് താഴെയാണ് ഭൂമിയുള്ളത്. അപ്പോൾ ഇതിലൊരു വലിയ പങ്ക് സവർണരാണ് ഭൂവുടമകളിൽ. അപ്പോൾ ചുരുക്കത്തിൽ ഈ 5 ഏക്കർ, 2.5 മുതൽ 5 ഏക്കർ വരുന്ന വിഭാഗം, ബാക്കിയുള്ളതിൻ്റെ മുകളിലൊക്കെ ഒഴിവാക്കിയിരിക്കണം, ശരി. അപ്പോൾ 2.5 മുതൽ 5 ഏക്കർ വരുന്ന വിഭാഗം ആരായിരിക്കും? വ്യക്തമായിട്ടും അത് വീണ്ടും നാട്ടിൻപുറങ്ങളിലെ ഇടത്തരം കർഷകരിലെ മേൽത്തട്ടോ അല്ലെങ്കിൽ ധനിക കർഷകരോ ആയിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറയുന്ന, ഇനി വേറൊരു കാര്യം കൂടി നോക്കുക. കേന്ദ്ര സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ദാരിദ്ര്യരേഖ നാട്ടിൻപുറങ്ങളിൽ മാസവരുമാനം 4,000, BPL റേഷൻ കാർഡിന് മറ്റേക്കാട്ട് BPL നിശ്ചയിക്കുമ്പോൾ നാട്ടിൻപുറങ്ങളിൽ മാസവരുമാനം 4,000 രൂപ, നഗരത്തിൽ മാസവരുമാനം 5,000 രൂപ. ഈ 4,000-ഉം 67,000 തമ്മിലുള്ള അന്തരമെന്ന് ആലോചിച്ചു നോക്കും. അപ്പം യഥാർത്ഥത്തിൽ വീണ്ടും ഞാൻ പറഞ്ഞത്, ഈ സവർണറിലെ ദരിദ്ര വിഭാഗങ്ങൾക്ക് വേണ്ടി അല്ല ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ പേരിലാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും അത് ഫലത്തിൽ ആ വിഭാഗത്തിലെ തന്നെ ഇടത്തരക്കാരെ നേടിയെടുക്കാനായിട്ട്, അവരെ ഭരണവർഗങ്ങളുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഭരണവർഗ പാർട്ടികളുടെ സാമൂഹ്യ അടിത്തറ നാട്ടിൻപുറങ്ങളിൽ നോക്കുകയാണെങ്കിൽ, നഗരങ്ങളിൽ നോക്കുകയാണെങ്കിൽ അവരുടെ സാമൂഹ്യ അടിത്തറ പ്രബലമായിട്ടും ഈ വിഭാഗങ്ങൾ തന്നെയാണ്. സവർണറിലെ ഇടത്തരക്കാരുടെ മേൽത്തട്ടും നടുത്തട്ടുമൊക്കെയാണ് അവരുടെ സാമൂഹ്യ അടിത്തറയിൽ പ്രബല വിഭാഗം. അപ്പോൾ ആ വിഭാഗത്തിനെ നേടിയെടുക്കാനും ഉറപ്പിക്കാനും വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് സവർണറിലെ ദരിദ്രർക്ക് എന്ന പേരിൽ ഇങ്ങനൊരു നീക്കം അവർ നടത്തിയിരിക്കുന്നത്. ഇനി ഇതിൽ ഈ 8 ലക്ഷത്തിൻ്റെ ഇതൊക്കെ സ്വീകരിക്കാൻ കേരളത്തിൽ 4 ലക്ഷമാണ്. കേരളത്തിൽ തന്നെ നോക്കുവാണെങ്കിൽ 4 ലക്ഷം എന്ന് പറയുമ്പോൾ 33,000 വരിക മാസ വരുമാനം എന്ന് പറയുമ്പോൾ വീണ്ടും കേരളത്തിൻ്റെ ഒരു നിലവാരം വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഇടത്തരത്തിൻ്റെ നടുത്തട്ട് തന്നെയാണ് വരിക. താഴ്ന്ന ഇടത്തരം വിഭാഗങ്ങളല്ല അതിൽ വരിക. ഇനി ഇതിന് ന്യായമായിട്ട് പറയുന്നത്, ഈ 8 ലക്ഷത്തിൻ്റെയും 4 ലക്ഷത്തിൻ്റെയൊക്കെ കണക്കിന് ന്യായമായിട്ട് പറയുന്നത്,
OBC വിഭാഗത്തിൻ്റെ സംവരണത്തിൽ സുപ്രീം കോടതി അടിച്ചേൽപ്പിച്ച ക്രീമി ലെയർ മാനദണ്ഡം ആണ്. കേന്ദ്ര തലത്തിൽ ഇപ്പോൾ ക്രീമി ലെയറിൻ്റെ മാനദണ്ഡം 8 ലക്ഷമാണ്. അതുകൊണ്ട് അതേ മാനദണ്ഡമാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ന്യായം പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ അടിസ്ഥാനപരമായിട്ടും ഒരു വ്യത്യാസം അവർ തേച്ചു മാറ്റി കളയാൻ നോക്കുകയാണ്. ഒന്നാമത്, ഈ ക്രീമി ലെയർ സങ്കല്പം തന്നെ ഒരു അന്യായമാണ്. കാരണം OBC വിഭാഗങ്ങൾക്കിടയിൽ തന്നെ സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ജാതീയമായ അവശതകളെ അത് പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1980-കളിൽ UP-യിൽ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അവസ്ഥയുണ്ട്. ഉത്തർപ്രദേശിലെ ലഖ്നൗ, അതിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ലഖ്നൗവിലെ പ്രധാന സെഷൻസ് കോടതിയിൽ പോലും OBC-കാരായിട്ടുള്ള വക്കീലന്മാർക്ക് കോടതിയുടെ മുറ്റത്തിരിക്കാനേ അവകാശമുണ്ടായിരുന്നുള്ളൂ. മേശയും മറ്റൊക്കെ ഇരിക്കണം, മുറ്റത്തായിരിക്കണം. കോടതി വരാന്തയിൽ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും മാത്രമേ ഇരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ വക്കീലാണ്, ലീഡിങ് ക്രിമിനൽ ലോയർ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യാദവനോ അതുപോലുള്ള മറ്റേതെങ്കിലും ജാതിക്കാരനാണെങ്കിൽ അത് താഴെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രീമി ലെയർ ആശയം OBC വിഭാഗത്തിലെ സമ്പന്ന വിഭാഗങ്ങളെ ഒഴിവാക്കി ദരിദ്രർക്ക് സംവരണം ഉറപ്പാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ക്രീമി ലെയർ വാദം എത്രമാത്രം അർത്ഥശൂന്യമാണെന്നും നമ്മളുടെ ഇവിടുത്തെ ജാതീയ യാഥാർത്ഥ്യത്തിൽ അവഗണിക്കുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ ജാതി സംവരണത്തിലേക്ക് സാമ്പത്തിക മാനദണ്ഡങ്ങളെ കടത്തിക്കൊണ്ടിരുന്ന ഒരു നീക്കം തന്നെയാണ് സുപ്രീം കോടതിയായിട്ട് നടപ്പാക്കിക്കൊണ്ടുവന്നത്. അത് അന്നത്തെ ഭരണവർഗ പാർട്ടികളുടെയൊക്കെ തന്നെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടും ഒത്താശയോടും നടന്ന ഒരു കാര്യമാണ്. അതെന്തുമാകട്ടെ, ക്രീമി ലെയർ എന്ന് പറഞ്ഞൊരു മർദ്ദിത ജാതിയുടെ കാര്യത്തിൽ നടപ്പാക്കിയൊരു കാര്യമാണ് എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ സാമൂഹ്യ അവശതകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കാര്യത്തിലാണ് ഈ പറയുന്ന 8 ലക്ഷം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ആ ഉയർന്ന സംഖ്യ ഒരിക്കലും അന്യായമല്ല അവിടെ വരുന്നത്. അങ്ങനെ ഒരു ലെയർ, ക്രീമി ലെയർ എന്ന് പറഞ്ഞിട്ടൊരു മാനദണ്ഡം വയ്ക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പരമാവധി ഉയർത്തുക എന്നുള്ളതാണ് ന്യായം. മറിച്ച് അതിവിടെ നടപ്പാക്കുമ്പോൾ ഈ ജാതീയമായിട്ടുള്ള മർദ്ദനത്തിന് പങ്കുവഹിക്കുകയും അതിൽ നിന്ന് നേട്ടങ്ങൾ നേടുകയും അതുകൊണ്ട് ആനുകൂല്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന സവർണ വിഭാഗങ്ങൾക്ക് നടപ്പാക്കുമ്പോൾ അത് തീർത്തും അന്യായമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരിലെ ദരിദ്ര വിഭാഗത്തിന് ശരിക്കും അതിന് പ്രതികൂലമായിട്ട്, ആ വിഭാഗത്തിന് പ്രതികൂലമായി, അവരുടെ പേരിലാണെങ്കിലും അവർക്ക് പ്രതികൂലമായി ആനുകൂല്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇടത്തരം വിഭാഗങ്ങൾക്കും അതിൻ്റെ മേൽത്തട്ടിനും കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്താനായിട്ട് നീക്കം മാത്രമാണ്. അപ്പോൾ ഈ ന്യായീകരണം ഒരർത്ഥത്തിലും സ്വീകാര്യമായിട്ടുള്ള ന്യായീകരണമില്ല. അപ്പോൾ ഈ വിഷയങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ സംവരണം എന്ന് പറയുന്നത് വസ്തുതാപരമായി പ്രാതിനിധ്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അതിനെ ന്യായീകരിക്കുന്നില്ല. അത് ജാതി സംവരണത്തിന് അട്ടിമറിക്കുന്നു. ഇനി അവരവകാശപ്പെടുന്ന സാമ്പത്തിക മാനദണ്ഡം വെച്ച് നോക്കിയാൽ പോലും അത് അവരിലെ സവർണരിലെ ദരിദ്രരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ടൊരു നീക്കമല്ല. ജാതി സംവരണത്തിനെതിരെ നടന്നിരിക്കുന്ന പലതരത്തിലുള്ള ആക്രമണങ്ങളുടെ ഒരു തുടർച്ചയും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഉദ്യോഗ കയറ്റത്തിലെ സംവരണം തടയാനായിട്ടുള്ള നീക്കങ്ങൾ, ദളിതർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കാനാണ് നടക്കുന്ന നീക്കങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർവകലാശാലകൾ ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനത്തിലുള്ള സംവരണം നിർത്തലാക്കി ഒരു സർവകലാശാലയോ ഒരു കോളേജിനെയോ മൊത്തമായിട്ട് എടുത്ത് മാത്രമേ സംവരണം നടപ്പാക്കാൻ പറ്റൂ എന്ന് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമം, അത് സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ കൊണ്ടുവന്ന ഒരു കാര്യമാണെന്ന് മറക്കരുത്. അപ്പോൾ ഫലത്തിൽ ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സംവരണത്തിൻ്റെ തോത് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇപ്പോൾ മോഡി സർക്കാരിൻ്റെ കീഴെ ത്വരിതഗതിയിൽ ഒന്നിനു പുറകെയായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ തുടക്കം ഇവിടെ നിന്ന് മുതലൊന്നുമല്ല, അങ്ങ് പുറകിൽ വളരെ വളരെ മുമ്പിൽ തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, OBCയുടെ സംവരണം നടപ്പാക്കിയത് മണ്ഡൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. ഈ മണ്ഡൽ കമ്മീഷനൊക്കെ വരുന്നതിന് വളരെ മുമ്പ് 50-കളിൽ തന്നെ ഒരു കാക്ക കലേക്കർ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മീഷൻ. അതിൻ്റെ നിർദ്ദേശങ്ങൾ അതേ ഒരിടത്തിൽ അട്ടത്ത് വയ്ക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് സർക്കാർ. അതിനുശേഷം ഉയർന്നു വന്ന ശക്തമായ പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് വീണ്ടും BP മണ്ഡലിൻ്റെ നേതൃത്വത്തിലൊരു കമ്മീഷൻ
രൂപീകരിക്കുകയും ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി അതും വീണ്ടും മട്ടത്തിൽ വെച്ചിട്ട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ്, പ്രക്ഷോഭങ്ങൾക്ക് ശേഷം VP സിംഗ് സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ഈ മോഡി എല്ലാം വരുന്നതിനൊക്കെ മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ നീണ്ട ഭരണകാലങ്ങളിൽ തന്നെ ഇത് തുടർച്ചയായിട്ട് നടന്നിട്ടുണ്ട്. സംവരണത്തിന്, ജാതി സംവരണത്തിന് അട്ടിമറിക്കാനും വെട്ടിക്കുറിക്കാനും ആയിട്ടുള്ള നീക്കങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ധാരാളമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. സാമ്പത്തിക സംവരണത്തിൻ്റെ പിതൃത്വം അവകാശപ്പെടാവുന്ന EMSനാണ്. കൃത്യമായിട്ടും ജാതി സംവരണത്തിൻ്റെ സ്ഥാനത്ത് അതിനെ അട്ടിമറിച്ചുകൊണ്ട് സാമ്പത്തിക സംവരണത്തിൻ്റെ കാര്യങ്ങൾ കടത്തിക്കൊണ്ടുവരാനായിട്ടും മറ്റുമൊക്കെയുള്ള നീക്കങ്ങൾ ബോധപൂർവം തന്നെ പാർട്ടിക്കകത്ത് ശക്തമായിട്ടുള്ള എതിർപ്പും വിമർശനമൊക്കെ ഉണ്ടായിട്ട് പോലും അതിൽ ഉറച്ചു നിന്ന് അതിനൊരു കപടമായൊരു വർഗ ന്യായീകരണം കൊണ്ട്, ഇതിന് വർഗ നിലപാടിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തട്ടിപ്പ് ന്യായം കൊണ്ടുവന്ന് അത് നടപ്പാക്കിയെടുക്കുകയും നെട്ടൂർ കമ്മീഷനിലൂടെ ഒരു ഔദ്യോഗിക നയമാക്കി മാറ്റാനൊക്കെ നടത്തിയ നീക്കങ്ങൾ EMSൻ്റെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്. അതായത് പെട്ടെന്നൊരു മോഡിയായിട്ടോ BJP RSS ആയിട്ട് തുടങ്ങി വെച്ച കാര്യങ്ങളൊന്നും അല്ല. കാരണം മനസ്സോടുകൂടി തന്നെയാണ് ഇന്ത്യൻ ഭരണവർഗങ്ങൾ സംവരണം അംഗീകരിച്ചത്. അതിശക്തമായ പ്രക്ഷോഭങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ആ പ്രക്ഷോഭങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് അവർ വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ടും ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ സംവരണം കൊണ്ടുവന്നത്. രാഷ്ട്രീയ കാര്യങ്ങൾ, സംവരണത്തിൻ്റെ കാര്യത്തിൽ പൂന പാക്റ്റിൻ്റെ മറ്റൊക്കെ കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഇത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും 1980-കൾ മുതലാണ് ലക്ഷക്കണക്കിന് യുവജനങ്ങളെ, സവർണ യുവജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും നടന്നു. അതിശക്തമായിട്ടുള്ള സംവരണ പ്രക്ഷോഭങ്ങളായിരുന്നു അത്, സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളായിരുന്നു അത്. ആ പ്രക്ഷോഭങ്ങൾ പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ദളിതർക്കെതിരെയുള്ള കൂട്ടാക്രമണങ്ങളിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ടായി. പ്രത്യേകിച്ചും ഗുജറാത്തിലും മറ്റൊക്കെ നടന്നതാണ്. അപ്പോൾ ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ മറ്റൊക്കെ ഉയർന്നു വരുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ പുറകിലുള്ള പ്രശ്നം? അടിയന്തരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളും ഞെരുക്കങ്ങളും കാര്യമൊക്കെയാണ് സവർണ യുവജനങ്ങളെ അതിലേക്ക് ആകർഷിച്ചത്. അതോടൊപ്പം തന്നെ അതിനൊരു ന്യായീകരണമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രശ്നം എന്തായിരുന്നു? ജാതിയല്ല മാനദണ്ഡമാക്കേണ്ടത്, കഴിവിനെയാണ് മാനദണ്ഡമാക്കേണ്ടത്, മെരിറ്റിനാണ് മാനദണ്ഡമാക്കേണ്ടത്. അപ്പോൾ കഴിവില്ലാത്ത, മാർക്കില്ലാത്ത ദളിതരും അതുപോലെ തന്നെ ആദിവാസി OBC-ക്കാരൊക്കെ തന്നെ കയറിപ്പോകുന്നു, അവർക്ക് സീറ്റ് കിട്ടുന്നു. വളരെ ഉന്നതമായിട്ടുള്ള മാർക്കുകളോടുകൂടി സവർണ സീറ്റ് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ന്യായങ്ങളൊക്കെയാണ് ഉന്നയിച്ചത്. പക്ഷെ ഇതിൻ്റെയൊക്കെ ആകെ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു അടിയൊഴുക്ക് നോക്കുകയാണെങ്കിൽ, ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ അന്ന് വന്ന പത്രമാധ്യമങ്ങളിലും മറ്റും മറിച്ചൊക്കെ വന്നിട്ടുള്ള ലേഖനങ്ങൾ, മുഖപ്രസംഗങ്ങൾ, ഇതൊക്കെ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിലൊരു പൊതുവായൊരു ദിശ എന്ന് പറയുന്നത് ജാതി സംവരണത്തിന് അടിസ്ഥാനങ്ങളെ ചോദ്യം ചെയ്യാന്നുള്ളതാണ്. കാരണം അതുവരെയും ജാതി സംവരണം സവർണർക്കിടയിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരുന്നത് ഗാന്ധിയൊക്കെ മെനഞ്ഞെടുത്തൊരു പൊതുധാരണയുടെ ഭാഗമായിട്ട് സവർണ നൂറ്റാണ്ടുകളായിട്ട് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന മർദ്ദിത ജാതികളോട് ചെയ്തിരിക്കുന്ന പാതകങ്ങൾക്കുള്ള ഒരു പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് മർദ്ദിത ജാതികൾ അവരുടെ പോരാട്ടത്തിലൂടെ നേടിയെടുത്തൊരു ജനാധിപത്യ അവകാശമായിട്ടല്ല, മറിച്ച് സവർണർ ചെയ്തിരിക്കുന്ന പാതകങ്ങൾക്ക് സവർണനായിട്ട് നെയ്യുന്നൊരു പ്രായശ്ചിത്തം എന്ന നിലയ്ക്കാണ് ഈ സംവരണത്തിനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ബോധമാണ് നടപ്പ്. അതുകൊണ്ട് അത് ചെയ്യേണ്ടതാണ്, ആ വിഭാഗങ്ങൾക്ക് അത് ചെയ്യേണ്ടതാണ്, ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നൊക്കെയുള്ളത് അതിലൊരു ആധിപത്യ മനോഭാവം അവിടെയും നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പോരാട്ടത്തിലൂടെ നേടിയെടുത്തൊരു ജനാധിപത്യ അവകാശം എന്നുള്ള എനിക്കല്ല, മറിച്ച് ഇപ്പുറത്ത് ചെയ്തു കൊടുക്കുന്നൊരു കാര്യമായിട്ട്, ഒരു ഔദാര്യമായിട്ട് വരാം, അത് പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സംഭവം പൊളിച്ചിട്ട്, ആ ഒരു ഗാന്ധിയൻ പ്രായശ്ചിത്ത ബോധത്തിന് പൊളിച്ചിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് പ്രസക്തി ഉണ്ടോ? പണ്ടൊരു കാലത്ത് അങ്ങനെ നടന്നിട്ടുണ്ട്, പണ്ട് കാരണവന്മാരായിട്ട് പല ചെയ്തിട്ടുണ്ടാവും. അത് ഞങ്ങൾ എന്തിനു അനുഭവിക്കണം, അവരെന്തിനു അനുഭവിക്കണം, ഈ സവർണ യുവജനങ്ങൾ എന്തിനു അനുഭവിക്കണം എന്നൊക്കെയാണ് പല പത്രമാധ്യമങ്ങളിൽ വന്നിരുന്ന മുഖപ്രസംഗങ്ങളിലൊക്കെ തന്നെ ഉന്നയിച്ചിരുന്ന ചോദ്യം. അപ്പോൾ അങ്ങനെ ആ പൊതുബോധത്തിനെ തന്നെ ഇല്ലാതാക്കി അതിനെ മാറ്റിമറിച്ച് വേറൊരു കോണിൽ നിന്നൊരു സംവരണത്തിന് നോക്കിക്കാണുന്ന ആവശ്യതയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം, അതിന് നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. പക്ഷെ ഈ പറയുന്ന ഒരു ന്യായം വെച്ചിട്ട് ജാതി സംവരണം തുടർന്നുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് എന്നൊരു നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനായിട്ടുള്ള ശ്രമമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ടും ഇതേ കാലഘട്ടം മുതൽ
ഭരണവർഗങ്ങളുടെ ഭരണനീതീകരണത്തിനെ ഉടച്ചു വാർത്തുകൊണ്ട്, അവരുടെ അധിനായകത്വ പൊതുസമ്മതി ഉടച്ചു വാർത്തുകൊണ്ട് ബ്രാഹ്മണ്യത്തിന് കൂടുതൽ പ്രകടമായ ഒരു പങ്കുള്ള ഒന്നാക്കി അതിനെ പുനർവാർത്തെടുക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെ അവ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയ ഒരു എന്താ പറയുക ആഖ്യാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതങ്ങനെ ഒരു പൊതു ചർച്ചയുടെ, ഒരു പൊതുധാരണയുടെ ചട്ടക്കൂട് തന്നെ മാറ്റിയെടുത്ത് പുതിയ ഒന്ന് ഉന്നയിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം തന്നെയായിരുന്നു നടന്നിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ പുതിയ നീക്കങ്ങളെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങളും കൂടി നോക്കണം. ഈ ഒരു നീക്കത്തിൽ ഭരണവർഗങ്ങൾക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിയും? ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭാഗികമായിട്ട് മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ശ്രദ്ധേയമായ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. 80കളിൽ 90കളിലൊക്കെ നടന്നിട്ടുള്ള സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സവർണ യുവജനങ്ങൾ ആണ് അതിൻ്റെ മുൻപിൽ സവർണർ എന്ന നിലയ്ക്കായിരുന്നു ആ പ്രക്ഷോഭത്തിൽ അവർ പങ്കാളികളായത്. നഗര കേന്ദ്രീകൃതമായിരുന്നു പ്രക്ഷോഭങ്ങൾ. ഇന്നാകട്ടെ സവർണർ എന്ന നിലയ്ക്കല്ല, പ്രത്യേകം ജാതികൾ എന്ന നിലയ്ക്കാണ് ഒരു പ്രക്ഷോഭത്തിൽ വന്നിരിക്കുന്നത്. 2000ൻ്റെ ആദ്യ ദശകത്തിലും 2ാം ദശകത്തിലൊക്കെ നടന്നിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മറാഠകൾ എന്ന നിലയ്ക്ക്, ജാട്ടുകൾ എന്ന നിലയ്ക്ക്, പട്ടേലുകൾ എന്ന നിലയ്ക്ക്, ഓരോരോ പ്രത്യേക ജാതി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ജാതിക്ക് സംവരണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു പ്രക്ഷോഭത്തിൽ. അത് സവർണർക്ക് പൊതുവിൽ വേണ്ട കാര്യമൊന്നുമല്ല അവർക്കിപ്പോൾ പറയാനുള്ളത്. അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അവർക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലെങ്കിലും അവരുടേതായിട്ടുള്ള ജാതീയമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നതെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 2, നഗര കേന്ദ്രീകൃതമായിരുന്നില്ല ഈ പ്രക്ഷോഭങ്ങൾ, നേരെ മറിച്ച് കൂടുതലും നാട്ടിൻ പുറം കേന്ദ്രീകൃതമായിരുന്നു. അപ്പം ഈ മാറ്റം എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് ഇപ്പം നടത്തിയിരിക്കുന്ന ഈ പുതിയ നീക്കം, അതായത് സവർണറിലെ പിന്നാക്ക വിഭാഗത്തിന്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ നീക്കം സവർണർ എന്ന നിലയ്ക്കുള്ളതാണ് അത് കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജാതീയമായിട്ടുണ്ടാകുന്ന വിള്ളലുകളെ മറികടന്നുകൊണ്ട് വീണ്ടും ആ സവർണ ചേരിയെ തന്നെ, ഇടത്തരം സവർണ ചേരിയെ തന്നെ വീണ്ടും ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു നീക്കവും കൂടി ഈ നിയമത്തിലുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷെ അതിൽ പരിമിതികളുണ്ട് ഇപ്പോഴും. കാരണം ഈ നിയമം കൊണ്ടുവന്നതിന് ശേഷവും മഹാരാഷ്ട്രയിലെ മറാഠകൾ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കാരണം അവർക്ക് വേണ്ടി അവർ അവരുടെ പ്രക്ഷോഭത്തിലൂടെയൊക്കെ തന്നെ നേടിയെടുത്ത ഒരു സവിശേഷ അവകാശം ഉറപ്പിക്കുന്ന ഒരു നിയമത്തിന് റദ്ദായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പകരം ഇത് പോരാ, മറാഠകൾക്ക് സവിശേഷമായിട്ടുള്ള ഒരു സവർണ ജാതിയാണ്, മഹാരാഷ്ട്രയിലെ സവർണ ജാതി തന്നെയാണ് അവർ. അപ്പോൾ അതിൽ അവർക്ക് ആനുകൂല്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സവിശേഷമായിട്ട് വീണ്ടും പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മിക്കവാറും അത് മറ്റ് ജാതി വിഭാഗങ്ങൾക്കിടയിലും അത് തന്നെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാറ്റമുണ്ടായത്? സവർണർ എന്ന നിലയ്ക്ക് ഈ ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭം നടത്തിയ സ്ഥാനത്ത് നിന്ന് വ്യത്യസ്ത ജാതികൾ എന്ന നിലയ്ക്കുള്ള മാറ്റമൊന്നും ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇതിപ്പോൾ നാട്ടിൻപുറ കേന്ദ്രീകൃതമായ പ്രക്ഷോഭങ്ങളായിട്ട് മാറിയിരിക്കുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചില വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഹരിയാനയിലെ ജാട്ടുകളുടെ കാര്യം പരിശോധിക്കാം. ഹരിയാനയിലെ ജാട്ടുകൾ ആ സംസ്ഥാനത്തെ ആധിപത്യ ജാതിയാണ്. നാട്ടിൻപുറങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ആധിപത്യം അവർക്ക് തന്നെയാണുള്ളത്. നഗരങ്ങളിലും അവരുടെ ആധിപത്യമാണുള്ളത്. ഹരിയാനയിലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നീണ്ടകാലം ജാതികളുടെ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ജാട്ടാധിപത്യത്തിന് അങ്ങനെ മൗലികമായിട്ട് ഇളക്കൊന്നും പറ്റില്ല. മുഖ്യമന്ത്രി മറ്റൊരു ജാതിക്കാരനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ. പക്ഷേ ഇവരിൽ ഏതാണ്ട് ഈ 62% മേലെ ഇപ്പോഴും കാർഷിക വൃത്തിയിൽ തന്നെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. സർക്കാർ ഉദ്യോഗം മുതലായിട്ടുള്ള കാര്യങ്ങളേക്ക് കഷ്ടിച്ച് 2.5% മറ്റേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഭൂമി പങ്കുവച്ചും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ അവരുടെ വലിയൊരു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂസ്വത്ത് 2.5 ഏക്കർ മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. 2.5 ഏക്കറും അതിൽ താഴെയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 2.5 ഏക്കർ എന്ന് പറയുന്നത് 1 ഹെക്ടാറാണ്.
അത് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം നാമമാത്ര കർഷകൻ്റെ ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഒരു വശത്ത് അവർ ആധിപത്യ ജാതി ആയിരിക്കുമ്പോൾ തന്നെ സാമ്പത്തികമായി അവർ പലതും ശോഷിച്ചിട്ടുണ്ട്. ആകെ മൊത്തം കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഇടിവ് അവരെയും ബാധിച്ചിട്ടുണ്ടെന്ന് കൂടാതെ സവിശേഷമായിട്ട് മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതൊരു വശം നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി അവർ നോക്കേണ്ടതുണ്ട്. ഇവരിൽ ഏറ്റവും മേലെ അറ്റത്തുള്ള 20% സംബന്ധിച്ചിടത്തോളം ആ മുഴുവൻ ജാതിയുടെയും വരുമാനത്തിൻ്റെ 63% കൈയടക്കിയിരിക്കുന്നവരാണ്. അതായത് ജാട്ടുകളിലെ ഏറ്റവും മേലെ അറ്റത്തുള്ള 20% ജാട്ടുകളുടെ ആകെ മൊത്തം വരുമാനത്തിൻ്റെ 63% കൈയടക്കിയിരിക്കുന്നു. നേരെ മറിച്ച് അവരിലെ ഏറ്റവും താഴെ തട്ടിലുള്ള 20% സംബന്ധിച്ചിടത്തോളം അവർക്ക് വെറും 4% മാത്രമേ ഉള്ളൂ. ഒരു സ്ഥിതിവിവര കണക്കുകളാണത്. അപ്പോൾ എങ്ങനെ ഒരു ജാതിയുടെ മൊത്തം വരുമാനം എങ്ങനെ കണക്കാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളോഹരി വരുമാനം വെച്ചിട്ട് ജാതിയുടെ എണ്ണം ഇങ്ങനെയൊക്കെ കൂട്ടിയെടുക്കുന്ന ഒരു ഉദ്ദേശ കണക്കാണ്. പക്ഷെ എന്നാൽ തന്നെയും നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം, ഈ ജാട്ട് വിഭാഗത്തിന്, ഹരിയാനയിലെ ജാട്ടുകൾക്കിടയിൽ വളർന്നു വന്നിരിക്കുന്ന വർഗ ധ്രുവീകരണമാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ ഭൂമിയുടെ വ്യാപ്തിയിലുണ്ടായിട്ടുള്ള കുറവും ഇതും കൂടി കൂട്ടി നോക്കുമ്പോൾ, ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടൊരു വർഗ ധ്രുവീകരണം, അവർക്കിടയിൽ ഒരു ചെറിയ അതിസമ്പന്ന വിഭാഗം വളർന്നു വരികയും മറുവശത്ത് ഭൂരിപക്ഷവും ദാരിദ്ര്യത്തിലേക്ക് താഴ്ത്തപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതോടൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ദരിദ്ര വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാർഷിക ആളോഹരി ശരാശരി വരുമാനം മൊത്തം ദളിതരുടെ വരുമാനത്തിൻ്റെ പകുതി മാത്രമേ വരൂ. എന്ന് പറയുമ്പോൾ ദരിദ്രനായ ജാട്ടിനെ സംബന്ധിച്ചിടത്തോളം, ദരിദ്രനായിട്ടുള്ള ദളിതനായിട്ടല്ല അവിടെ താരതമ്യം ഓർക്കണം. കാരണം ദരിദ്രനായിട്ടുള്ള ദളിതൻ തീർച്ചയായിട്ടും അതിനേക്കാൾ എത്രയോ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും. ആകെ മൊത്തം ദളിതരുടെ വരുമാനമായിട്ട് ദരിദ്രനായിട്ടുള്ള ജാട്ടിൻ്റെ വരുമാനം താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അതിൻ്റെ പകുതി മാത്രമേ വരുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ ഒരു ദരിദ്രനായ ജാട്ടിനേക്കാളും മെച്ചപ്പെട്ട ജീവിതാവസ്ഥയോടുകൂടി, ജീവിത സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്ന കുറേയധികം ദളിതരെ ആ സമൂഹത്തിൽ ഈ കാലക്രമത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു വശത്ത് വർഗധ്രുവീകരണം നടക്കുന്നുണ്ട്, മറുവശത്ത് ഇങ്ങനൊരു മാറ്റവും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന വിഷയം എന്താണ്? ഒരു വശത്ത് അത് അവർക്കിടയിൽ തീവ്രമാകുന്ന വർഗധ്രുവീകരണം, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെയും സാമ്പത്തിക അവശതകളുടെയും മറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ. മറുവശത്ത് അതോടൊപ്പം തന്നെ അവരുടെ ജാതീയ അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ജാതിയുമായിട്ടുള്ള അസൂയയുമുണ്ട്. കാരണം ഞാൻ ജാട്ടായിരിക്കെ ഞാനിങ്ങനെ ദരിദ്രനായിരിക്കുന്നു, എനിക്കില്ലാത്ത പല സൗകര്യങ്ങളും അപ്പുറത്ത് ആ ദളിതനെ കണ്ടില്ല, അവന് സർക്കാർ ഉദ്യോഗമുണ്ട്, അവനെന്താ സുഖം, അവൻ്റെ വീട്ടിൽ അതുണ്ട് ഇതുണ്ട്, അവൻ്റെ മക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു, അങ്ങനെയുള്ള പല തരത്തിലും ജാതീയമായിട്ടൊരു അസൂയാണ്. കാരണം ഇപ്പുറത്തെ ജാതീയ ആധിപത്യത്തിനൊരു കുറവും വന്നിട്ടില്ല. ആ ഗ്രാമത്തിൽ ജാട്ടിൻ്റെ ആകെ മൊത്തത്തിൽ ആധിപത്യത്തിൽ പങ്കാളിയായിക്കൊണ്ട് തന്നെയാണ് ഈ ദരിദ്രനായ ജാട്ട് ഇങ്ങനെ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ജാതീയ അഹങ്കാരത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ജാതീയ അസൂയാണ്, ഒരു സാമ്പത്തിക അസൂയല്ല. സമ്പന്നരോടുണ്ടാകുന്നൊരു അസൂയയുടെ വിദ്വേഷത്തിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ഇത് രണ്ടും ചേർന്നിട്ടാണ് ഇവർ അവരുടെ പ്രക്ഷോഭത്തിലേക്ക് ഇളക്കി വിടുന്നത്. അവരാവശ്യപ്പെട്ടെന്തായിരുന്നു? ഞങ്ങളെ OBC ആയിട്ട് പ്രഖ്യാപിക്കണം എന്നായിരുന്നു. സവർണരായിട്ട് അപ്പോഴും അഹങ്കരിക്കുന്ന ഒരു ജാതിയാണ് ഞങ്ങളെ പിന്നാക്ക ജാതിയായിട്ട് പ്രഖ്യാപിക്കണം. കാരണം പിന്നാക്ക ജാതിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജാതീയ സംവരണത്തിന്, സവിശേഷമായ ജാതി സംവരണത്തിന് അവകാശമുണ്ട് എന്ന് തനിക്കാണ് അവർ ഡിമാൻഡ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ ഈ സവർണ വിഭാഗങ്ങൾ ഇത്തരം പ്രക്ഷോഭത്തിലേക്ക് ഇന്ന് അണിനിരക്കുന്നതിൻ്റെ നാട്ടിൻ പുറത്തുള്ള കർഷകരായിട്ടുള്ള പശ്ചാത്തലമുള്ള ഈ വിഭാഗങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് അണിനിരക്കുന്ന പ്രശ്നം നോക്കുമെങ്കിൽ അതിന് വെറും വർഗപരമായിട്ട് വിശകലനം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവർക്കിടയിൽ ഉണ്ടാകുന്ന വർഗ ധ്രുവീകരണത്തിൻ്റെ കോണിൽ നിന്ന് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതേപോലെ ജാതീയ അടിസ്ഥാനത്തിൽ മാത്രം അത് പരിശോധിച്ചാൽ മനസ്സിലാവുകയില്ല. ഇത് രണ്ടും ചേർന്നിട്ടാണ് അവരെ ഈ പ്രക്ഷോഭത്തിലേക്ക് ഇളക്കി വിടുന്നത്. അതാണ് അവരുടെ ആ ജാതി വിരുദ്ധ സംവരണ വിരുദ്ധ ഇവരുടെ പ്രക്ഷോഭത്തിൻ്റെ ഒരു ബലതന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതേ വിഷയം തന്നെയാണ് മറാഠകളുടെ കാര്യത്തിലായാലും കൊള്ളാം, ഗുജറാത്തിലെ പട്ടേലുകളുടെ കാര്യത്തിലായാലും കൊള്ളാം, എല്ലാ വിഭാഗങ്ങൾക്കിടയിലും കാണുന്ന കാര്യം തന്നെയാണ്. അവിടെയും ഇതേപോലെ തന്നെയുള്ള സാമ്പത്തികമായിട്ടുള്ള ഏറ്റക്കുറവുകളും ധ്രുവീകരണവും, മറുവശത്ത്
ജാതീയമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളും എന്താ പറയുക അസൂയ എന്നുള്ള പ്രശ്നം. അപ്പോൾ ഇത് വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന പ്രദേശങ്ങൾ ഏതാണ്? പിന്നാക്കം സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന യു പിയുടെ കിഴക്കൻ പ്രദേശങ്ങളോ അല്ലെങ്കിൽ ബീഹാറിൻ്റെ സമതലങ്ങളോ അല്ലെങ്കിൽ ഒറീസയോ ഇവിടെയൊന്നും അല്ല ഈ പ്രക്ഷോഭം നടക്കുന്നത്. നേരെ മറിച്ച് കൃഷിയിലെ ജന്മിത്ത ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് മുതലാളിത്ത കൃഷി വികസിച്ചു എന്ന് തിരുത്തൽവാദികളായിട്ടുള്ള CPM CPIക്കാരും അതുപോലുള്ള പല സാമൂഹിക ശാസ്ത്രജ്ഞന്മാരൊക്കെ അവകാശപ്പെടുന്ന, ഭരണവർഗങ്ങളുടെ കാര്യം പോട്ടെ, ഈ ഇടത് എന്ന് വേഷം കെട്ടുന്ന ഈ വിഭാഗങ്ങൾ തന്നെ കൊട്ടിഘോഷിക്കുന്ന മുതലാളിത്ത വികസനം നടന്നു എന്ന് പറയുന്ന പ്രദേശങ്ങളിലാണ്, ജന്മിത്തം അവസാനിച്ചു എന്ന് പറയുന്ന ഇതേ പ്രദേശങ്ങളിലാണ് ഈ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന. ആ വിഭാഗങ്ങളാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളായത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം പിന്നെ എന്ത് തരത്തിലുള്ള മുതലാളിത്തമാണ് ഇവിടെ വികസിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മുതലാളിത്തത്തിന് ഇതിനെ മറികടക്കാൻ കഴിയാതെ പോകുന്നത്? ഒരു ചെറിയ ചോദ്യമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് CPMൻ്റെ ഒരു സഹയാത്രികനായിട്ടുള്ള വലിയ ചരിത്ര പണ്ഡിതൻ എന്നൊക്കെ ആയിട്ടുള്ള ഇർഫാൻ ഹബീബ് ചരിത്ര പണ്ഡിതൻ തന്നെയാണ് അദ്ദേഹം. അവരെ പോലുള്ള ആൾക്കാർ, പ്രഭാത് പട്നായിക്കിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് മാർക്സ് പറയുന്നത് പോലെ ജാതി മുതലാളിത്തത്തിൻ്റെ വികാസത്തിലൂടെ ജാതി ഇല്ലാതാകുന്ന മാർക്സ് പറഞ്ഞു, അത് അവിടെ ഇന്ത്യയിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നതെന്ന് അവകാശപ്പെടുന്നു. ഇത്തരം വിവരക്കേടുകളൊക്കെ ഒരു വശത്ത് കൊട്ടിഘോഷിക്കുമ്പോൾ തന്നെയാണ് ഇതേ പ്രദേശങ്ങളിൽ മുതലാളിത്ത വികാസം നടന്നു എന്നിവർ അവകാശപ്പെടുന്ന ഇതേ പ്രദേശങ്ങളിൽ അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന അതേ വിഭാഗങ്ങൾ ജാതീയമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിൽ ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സവർണർ എന്ന നിലയ്ക്ക് അവർ 80കളിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ ആ പ്രക്ഷോഭത്തിൻ്റെ ജാതീയമായിട്ടുള്ള തലം അത്ര പ്രകടമായിരുന്നില്ല. കാരണം വിദ്യാഭ്യാസമുള്ള യുവജനങ്ങൾ, ഇടത്തരം യുവജനങ്ങൾ എന്ന നിലയ്ക്കാണ് അവർ അവരുടെ ആവശ്യത്തിന് അവതരിപ്പിച്ചിരുന്നത്. അല്ലാതെ ഞങ്ങൾ ഇന്ന ജാതിക്കാരാണ്, ഞങ്ങൾക്ക് ആവശ്യത ഉണ്ടെന്നല്ല പറഞ്ഞത്. മറിച്ച് ഇന്നാകട്ടെ കൃത്യമായിട്ട് ജാതിയുടെ പേരും പറഞ്ഞിട്ട് അവരാണ് പ്രക്ഷോഭത്തിൽ ഇറങ്ങിയവർ. ജാട്ടായിട്ടും പട്ടേലായിട്ടും അതുപോലെ തന്നെ മറാഠയും മറ്റു മോർച്ചയൊക്കെ ആയിട്ടാണ് അവർ കൃത്യമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പിന്നെ സംഭവിക്കുന്നത്? എന്ത് മുതലാളിത്തമാണ് ഇവിടെ വികസിച്ചിരിക്കുന്നത്? അത് മാവോയിസത്തിന് കൃത്യമായിട്ട് അതിന് ഉത്തരവുണ്ട്. കാരണം മാവോയിസം ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം രാജ്യങ്ങളിൽ, സാമ്രാജ്യത്വം കൈയടക്കിയിരിക്കുന്ന രാജ്യങ്ങളിൽ, കോളനികളാക്കി വച്ചിരുന്ന രാജ്യങ്ങളിൽ, അർദ്ധ കോളനികളാക്കി വച്ചിരുന്ന രാജ്യങ്ങളിൽ അത് നട്ടു വളർത്തി വികസിപ്പിക്കുന്ന മുതലാളിത്തം ഉദ്യോഗസ്ഥ മേധാവിത്വ മുതലാളിത്തമാണ്. ആ മുതലാളിത്തം ഒരേ സമയം സാമ്രാജ്യത്വത്തിനെയും നാടുവാഴ്ത്തത്തിനെയും സേവിക്കുന്നതാണ്. അതിൻ്റെ വികാസം എത്രത്തോളം ഉണ്ടായാലും ഒരിക്കലും അത് നാടുവാഴ്ത്തത്തിനെ, ജന്മിത്വത്തിനെ ഇല്ലാതാക്കില്ല. ഏതെങ്കിലും രൂപത്തിൽ അതിനെ പുനഃസ്ഥാപിച്ച് പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ടും സാമ്രാജ്യത്വ സേവ ഉള്ളത് കൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന തുടർച്ചയായിട്ടുള്ള സാമ്പത്തിക പരാധീനതകളും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളും സ്തംഭനാവസ്ഥയും അനിവാര്യമായതുകൊണ്ട് തന്നെ സാമ്പത്തിക വികാസം ഒരു വശത്ത് എഴഞ്ഞഴിഞ്ഞ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഉണ്ടാകുമ്പോൾ തന്നെ ഏകോണിച്ച് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. മറുവശത്താകട്ടെ ഇത്തരത്തിലുള്ള പഴയ പിന്നാക്കമായിട്ടുള്ള ധാരണകളും ബന്ധങ്ങളുമൊക്കെ സജീവമായിട്ട് അവിടെ നിലനിൽക്കുകയും ചെയ്യും. ഈ കെട്ടുപണിഞ്ഞ അവസ്ഥയിൽ നിന്ന് തന്നെയാണ് ഇത്തരം പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. ഇത് നമുക്ക് ഉദ്യോഗസ്ഥ മേധാവിത്വ മുതലാളിത്തം എന്ന മാവോയിസ്റ്റ് സങ്കല്പനത്തിൻ്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് ഈ വിഷയം ഇങ്ങനെയാണെങ്കിൽ തന്നെയും എന്താണ് അപ്പോൾ ഇതിനൊരു ജനാധിപത്യ നിലപാട് നിന്നുകൊണ്ട്, ഒരു ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് പുരോഗമന ശക്തികൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തിന് അഭിസംബോധന ചെയ്യുന്നത്? കാരണം സവർണർക്കിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഗധ്രുവീകരണം ശക്തമായി വരുന്നുണ്ട്. അവരുടെ ഇടയിൽ വലിയൊരു വിഭാഗം ദരിദ്രരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി നടപ്പാക്കിയിരിക്കുന്ന പുതിയ നയങ്ങൾ വലിയ തോതിൽ തൊഴിൽ നഷ്ടം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുണ്ടാക്കുന്ന പുതിയ വികാസമാകട്ടെ തൊഴിലില്ല വളർച്ച എന്ന് തന്നെ പേരിൽ അറിയപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് ഒരിടയ്ക്ക് ഈ പറയുന്ന സവർണ യുവജനങ്ങൾക്കിടയിൽ അത്ര ഏറെ ആകർഷണീയമായിട്ടുണ്ടായിരുന്നൊരു മേഖലയായിരുന്നു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മേഖല. പക്ഷെ അവിടെ നടന്നിരിക്കുന്ന വികാസങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഇന്ന് മുമ്പുണ്ടായിരുന്നതിൻ്റെ പകുതി ശക്തി കൊണ്ട് അതിൻ്റെ ഇരട്ടി ഉൽപ്പാദനം നടത്താൻ കഴിയുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഇനി കൃത്രിമ ബുദ്ധിയുടെയും മറ്റൊക്കെ വികാസം വരുന്നതോടുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മറ്റൊക്കെ വികാസം വരുന്നുള്ളത് ഇനിയും കുറയും. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറയുന്ന ഓരോ വികാസം എന്ന് അവകാശപ്പെടുന്നതും തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പരിഹാരമായിട്ട് എന്താണ് ഇവർക്ക് നിർദ്ദേശിക്കാനുള്ളത്? കുറേ വ്യവസായ
ഇടനാഴികൾ, അത് മോഡി സർക്കാരായാലും കൊള്ളാം, മഹാരാഷ്ട്രയിലെ ശിവസേന കോൺഗ്രസ് കൂട്ടുകെട്ടായാലും കൊള്ളാം, NCP കൂട്ടുകെട്ടായാലും കൊള്ളാം, കേരളത്തിലെ പിണറായിയും മറ്റ് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സർക്കാരായാലും കൊള്ളാം, എല്ലാവർക്കും പറയാനുള്ളത് ഈ വ്യവസായ ഇടനാഴിയുടെ കാര്യമാണ്. എന്ന് പറയുമ്പോൾ ഇതൊന്നും ആരുടെയും ഇവരുടെ ബുദ്ധിയിൽ നിന്ന് വന്നതല്ല, കൃത്യമായിട്ടും ഒരു സാമ്രാജ്യത്വ പദ്ധതിയാണ്. മുമ്പ് ഹരിത വിപ്ലവം വന്നതുപോലെ, ധവള വിപ്ലവം വന്നതുപോലെ, ഇറക്കുമതിക്ക് പകരം നൽകുന്ന വ്യവസായ വികസനത്തിൻ്റെ സങ്കല്പം വന്നതുപോലെ, കയറ്റുമതിയിലൂന്നിയ വികസനം എന്നുള്ള സങ്കല്പം വന്നതുപോലെ, ആഗോളവൽക്കരണം വന്നതുപോലെ തന്നെ സാമ്രാജ്യത്വ ബുദ്ധികളിൽ ഉദിച്ചു വന്നൊരു കാര്യം തന്നെയാണ് ഈ വ്യവസായ ഇടനാഴി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഏത് പാർട്ടി ആയാലും കൊള്ളാം, കൊടിനിറം എന്തായാലും ശരി, ഇവന്മാരൊക്കെ എല്ലാവരും ഇത് ഏറ്റുവിളിച്ച് നടക്കണതിൻ്റെ കാര്യം അതാണ്. ഇവിടെ കേരളത്തിലെ ഏറ്റവും വിചിത്രമായ കാര്യം, ഈ സാമ്രാജ്യത്വ പദ്ധതി അവതരിപ്പിക്കാനായിട്ട് AKGയുടെ പേരിലാണ് അവർ സെമിനാർ വിളിച്ചു കൂട്ടിയതെന്നുള്ളതാണ് ഏറ്റവും അപഹാസ്യമായ കാര്യം. ഇപ്പോഴത് കോയമ്പത്തൂർ മുതൽ തുടങ്ങി പാലക്കാട്, എറണാകുളം ഇടനാഴിയും മറ്റുമാണ്. പക്ഷെ ഇങ്ങനെ ഇടനാഴികൾ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ തൊഴിലില്ലായ്മ പ്രശ്നത്തിന് പരിഹരിക്കാൻ കഴിയും? ഒരിക്കലുമില്ല. കാരണം ഇപ്പം ഈ വലിയ വലിയ നഗരങ്ങളുടെ തന്നെ ഉപനഗരങ്ങളായിട്ട് കഴിഞ്ഞൊരു 10-20 വർഷത്തിനിടയിൽ ധാരാളം ഉപനഗരങ്ങൾ വികസിച്ച് വന്നിട്ടുണ്ട്. ഇൻഫോർട്ട് സിറ്റികളും മറ്റേ സിറ്റി, മറിച്ച സിറ്റി, സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ പല പല ഉപനഗരങ്ങൾ വികസിച്ച് വന്നിട്ടുണ്ട്. ഈ ഉപനഗരങ്ങളിൽ ആർക്കാണ് തൊഴിൽ കിട്ടിയിരിക്കുന്നത്? എത്രത്തോളം തൊഴിൽ കിട്ടിയിട്ടുണ്ട്? ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമാണ് സ്ഥിരമായ മെച്ചപ്പെട്ട വരുമാനമുള്ള തൊഴിൽ കിട്ടിയതെന്ന് കാണാൻ കഴിയും. മറിച്ച് ബഹുഭൂരിപക്ഷത്തിനും ആ പ്രദേശങ്ങളിലുണ്ടായിരുന്ന മുൻ കർഷകരായിട്ടുള്ള ആൾക്കാരുടെ സന്തതികളായാലും കൊള്ളാം, കുടിയേറി അവിടെ വന്നിരിക്കുന്നവരായാലും ശരി, ബഹുഭൂരിപക്ഷവും അവിടെയുള്ള ഏറ്റവും നിസാരമായ ശമ്പളം മാത്രം കിട്ടുന്ന തൂപ്പുകാരും അതുപോലെ കാവൽക്കാരും അതുപോലെ തോട്ടപ്പണി ചെയ്യുന്ന ആൾക്കാരും ഗാർഡനർമാരായിട്ടും ഇത്തരം, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരായിട്ടും, അല്ലെങ്കിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിറക്ക് നടത്തുന്ന ആൾക്കാരായിട്ടും, ഇങ്ങനെ ചുരുക്കത്തിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോട്ടലിലെ വെയിറ്റർമാരായിട്ടും, ഇങ്ങനെയുള്ള സാധാരണ ഇതിലിപ്പോൾ ഇംഗ്ലീഷ് അതിന് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, പ്രിക്കാരിയേറ്റ് എന്ന് പറയുമ്പോൾ പ്രോളിറ്റേറിയറ്റിൻ്റെ അവസാന ഭാഗവും പ്രിക്കേരിയസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കും കൂട്ടിച്ചേർത്തലാണ് ഈ പ്രിക്കാരിയറ്റ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. പ്രിക്കാരിയറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറപ്പില്ലാത്ത ഒരു തൊഴിലാളി വിഭാഗം, ഏത് നിമിഷവും പണി നഷ്ടപ്പെട്ടേക്കാൻ കഴിയുന്ന ഒരു തൊഴിലാളി വിഭാഗം. അപ്പം അങ്ങനെയുള്ള തൊഴിലാളി വിഭാഗങ്ങളുടെ എണ്ണത്തിലാണ് വാസ്തവത്തിൽ കൂടുതൽ വർധനമുണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന എല്ലാ പുതിയ പുതിയ നഗരങ്ങളായാലും നഗര കേന്ദ്രീകൃതമായ വികസനം നടക്കുന്ന എവിടെയായാലും ശരി, എല്ലാത്തിലും ഭൂരിപക്ഷം തൊഴിലുകളും അത്തരം തൊഴിലുകളാണ്. അല്ലാതെ കാര്യമായിട്ടുള്ളൊരു വരുമാനം കിട്ടുന്ന, ജീവിത നിലവാരം ഉയർത്താൻ, മെച്ചപ്പെടാൻ കഴിയുന്ന, സഹായിക്കുന്ന തരത്തിലൊരു തൊഴിലുകളൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. കേരളത്തിൻ്റെ തന്നെ അവസ്ഥ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങേയറ്റം അപകടകരമായൊരു അവസ്ഥയാണ്. ഏത് നിമിഷവും കാര്യങ്ങളൊക്കെ തകിടം മറിയാൻ കഴിയുന്നൊരവസ്ഥ. അപ്പോൾ ചുരുക്കത്തിൽ അതല്ല പരിഹാരം. ഈ പറയുന്ന ഇടനാഴികളും മറ്റൊന്നുമല്ല പരിഹാരം. പിന്നെയോ അതിന് വേണ്ടി വരുന്നത് മൗലികമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളെ മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു മൗലിക പരിഹാരമായിട്ട് അതിനെ കാണുമ്പോൾ തന്നെ, അപ്പോൾ ഇടക്കാലമായിട്ട് പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക? അതൊരു മൗലിക പരിഹാരമാണ്, ആത്യന്തിക പരിഹാരമാണെങ്കിൽ താൽക്കാലത്തേക്ക് ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് ഇതിന് കുറച്ചെങ്കിലും ഒരു ഈ പറയുന്ന സവർണരിലെ ദരിദ്ര വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ കുറച്ചെങ്കിലും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും സംവരണം, ജാതി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംവരണമല്ല അതിൻ്റെ പരിഹാരം. കാരണം സംവരണം എന്ന് പറയുന്ന ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയല്ല. സാമൂഹ്യമായ അടിച്ചമർത്തലിൻ്റെയും അവശതയുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവസര സമത്വം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് സംവരണം കൊണ്ട് ലക്ഷ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാതീയമായിട്ടുള്ള മർദ്ദനം അനുഭവിച്ചിരിക്കുന്ന വിഭാഗങ്ങൾക്കാണ് ആവശ്യം, അവർക്ക് മാത്രമായിട്ടാണ് നടപ്പാക്കേണ്ടത്. സവർണർ അതിൽ പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും സംവരണമല്ല അവരുടെ പ്രശ്നത്തിലുള്ള പരിഹാരം. അതേസമയം വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലും മറ്റൊക്കെ തന്നെ മുൻഗണന അവർക്ക് നൽകാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഈ സാമ്പത്തിക വരുമാനത്തിൻ്റെയും പിന്നാക്ക പ്രദേശത്ത് നിന്ന് വരുന്നതിൻ്റെയും അതുപോലെ തന്നെ ലിംഗപദവിയുടെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള മാർക്ക് ഇട്ടുകൊണ്ട് അതിൽ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുകയും അങ്ങനെ ക്രമത്തിൽ അവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് മാത്രം ആ സീറ്റുകൾ
ഈ പറയുന്ന സവർണർക്ക് മാത്രമായിട്ട് കൈയടക്കി വെച്ചിരിക്കുന്ന 50% ഉണ്ടല്ലോ, ആ 50% തന്നെ ഇവർക്ക് ഇങ്ങനെ മുൻഗണന നൽകിക്കൊണ്ട് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ചില കേന്ദ്ര സർവകലാശാലകളിൽ ഇത്തരമൊരു രീതി നടപ്പാക്കുന്നുണ്ട്. അത് അട്ടിമറിക്കാനായിട്ട് ഇപ്പോൾ മോഡി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വൈസ് ചാൻസലർമാരൊക്കെ ശ്രമം തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അനുകൂല ഫലം പല സർവകലാശാലയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സംവരണം എന്ന നിലയ്ക്ക് നടപ്പാക്കാതെ തന്നെ ഇത്തരത്തിൽ സവർണറിലെ ദരിദ്ര വിഭാഗങ്ങൾക്ക് ഉദ്യോഗത്തിലായാലും കൊള്ളാം, വിദ്യാഭ്യാസ അവസരങ്ങളിലായാലും കൊള്ളാം, മുൻഗണന നൽകുന്ന രീതിയിലുള്ളൊരു ക്രമപ്പെടുത്തൽ ചെയ്തെടുക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അത് ഇന്നത്തെ ഈ പറയുന്ന സംവിധാനത്തിനുള്ളിൽ പ്രയോഗിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതൊരു ജനാധിപത്യ ആവശ്യമായിട്ട് പുരോഗമന ശക്തികളും ജനാധിപത്യ ശക്തികളും അത് തീർച്ചയായിട്ടും ഉന്നയിക്കേണ്ടത്. ഇതൊരു പ്രക്ഷോഭ വിഷയമാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്, ആക്കേണ്ടി വരും. കാരണം ഭരണവർഗങ്ങൾക്ക് ഇത് അത്ര എളുപ്പം സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വർഗത്തിൻ്റെ പുനരുൽപാദനത്തെ, അവരുടെ വർഗത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ തലമുറകളെ, അതിൻ്റെ സേവകരെ സൃഷ്ടിച്ചെടുക്കുന്നതിലൊക്കെ തന്നെ അത് ബാധിക്കും. അപ്പോൾ ഉദാഹരണത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും പട്ടാളത്തിൻ്റെയും അതുപോലെ തന്നെ നാവിക ഇതിൻ്റെയൊക്കെ തന്നെ ഓഫീസർമാർ ആയിട്ട് വരുന്ന വിഭാഗങ്ങൾ പണ്ടത്തെ പോലെ അവർ ഇവിടുത്തെ ഇടത്തരം വർഗത്തിൻ്റെ മേൽത്തട്ടിൽ നിന്നോ അല്ലെങ്കിൽ സമ്പന്ന വർഗങ്ങളിൽ നിന്നോ ധനിക വർഗങ്ങളിൽ നിന്നല്ല ഇപ്പോൾ വരുന്നത്. കൂടുതലായിട്ടും അവർ ഇടത്തരം കർഷകരുടെ വിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ താഴ്ന്ന ഇടത്തരക്കാരുടെ ആ വിഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത്. അത് ഈ പറയുന്ന സൈന്യത്തിൻ്റെയൊക്കെ തന്നെ ഗുണനിലവാരത്തിനെ ഭാവിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ വിഷയം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഴയ റിട്ടയർ ചെയ്ത ജനറൽമാരുടെ ലേഖനങ്ങൾ പത്രമാധ്യമങ്ങൾ വരാറുണ്ട്. കാരണം അവരാ വിഷയത്തെ കാണുന്നത് എങ്ങനെയാണ്? ഈ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർഗക്കൂറ് എവിടെയായിരിക്കും ആത്യന്തികമായിട്ട്? ഈ സമ്പന്ന വിഭാഗങ്ങളുടെ ഒപ്പം ആയിക്കൊള്ളുന്നില്ല. അതിൽ പൊതുവിൽ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഏത് നിമിഷവും തെറ്റിപ്പിരിയാം. അപ്പം ഇതിനെ നിയന്ത്രിക്കുന്ന ഓഫീസർമാരുടെ തരത്തിലെങ്കിലും വർഗക്കൂറുള്ള, ആ വർഗത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകുക എന്നുള്ളത് അവർക്കൊരാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇത്തരത്തിൽ ഈ സവർണറിലെ ദരിദ്രർക്ക് മുൻഗണന നൽകുന്ന തരത്തിലൊരു നീക്കം വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണവർഗ്ഗങ്ങൾ ചെറുക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 ലക്ഷത്തിൻ്റെ മാനദണ്ഡം അവർ നിശ്ചയിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്. ഇടത്തരത്തിൽ തന്നെ മേൽത്തട്ട്, നടുത്തട്ടിന് മേലെയുള്ള വിഭാഗങ്ങൾ വരണം, അവർക്ക് ആണ് ഗുണം കിട്ടേണ്ടത്. അപ്പോൾ ആ ദരിദ്രരുടെ പേരിലാണെങ്കിലും ഗുണം കിട്ടേണ്ടത് ഇവർക്കാണ്. കാരണം ഇവരാണ് ഇതിൻ്റെ സാമൂഹിക അടിത്തറയായിട്ട് മാറ്റാൻ കഴിയുക. അപ്പോൾ പക്ഷേ അതേസമയം തന്നെ ഒരു ജനാധിപത്യ അവകാശമായിട്ട് ഉന്നയിക്കുകയും അതിലൂടെ ചെയ്യാൻ കഴിയുന്ന എന്താണ്, യഥാർത്ഥ വസ്തുതകൾ എന്താണെന്നും വർഗ താല്പര്യങ്ങൾ എന്താണെന്നും ഈ പറയുന്ന സവർണരെ ദരിദ്രരെ ബോധ്യപ്പെടുത്താനായിട്ട് അത് ഗുണം ചെയ്യും. ആ പ്രക്ഷോഭത്തിലേക്ക് ഒരു പ്രായോഗിക കാര്യം എന്ന നിലയ്ക്ക് തന്നെ നടപ്പാക്കിയെടുക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന നിലയ്ക്ക് തന്നെ അവരെ കാലക്രമത്തിൽ നേടിയെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൊതുവായിട്ട് പറയുമ്പോൾ തന്നെ അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടത് ഈ സംവരണ തത്വത്തിൻ്റെ തന്നെ പരിമിതി എന്താണ്, എത്രത്തോളം അത് വച്ചിട്ട് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സംവരണം വഴി ലഭിക്കാവുന്ന അവസരങ്ങൾ പരിമിതമാണെന്നുള്ളതാണ്. സർക്കാർ ജോലി എന്ന് പറയുന്നത് എത്ര ഉണ്ട്? ഇനി സർക്കാർ ജോലി വിട്ടിട്ട് കോർപ്പറേറ്റ് മേഖലയിലും സംവരണം നടപ്പാക്കണം എന്നുള്ള ആവശ്യം വികസിപ്പിച്ചാൽ തന്നെ അത് എത്രത്തോളം വരും? കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിലായാലും കൊള്ളാം, ഒന്നാമത് കാർഷിക മേഖലയാണ് തൊഴിലിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം എപ്പോഴും. രണ്ടാമത് വ്യാവസായിക മേഖലയിലാണെങ്കിലും ബഹുഭൂരിപക്ഷം തൊഴിലുകളും ഏറ്റവും നാമമാത്രമായിട്ടുള്ള തൊഴിലാളികളെ വച്ച് മാത്രം പണിയെടുപ്പിക്കുന്ന ചെറുകിട വ്യവസായങ്ങളാണുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഉദ്യോഗത്തിൻ്റെ കാര്യത്തിൽ സംവരണം വഴി ലഭിക്കാവുന്ന അവസരങ്ങൾക്ക് വളരെ വലിയ പരിമിതിയുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം തന്നെ നോക്കുക. സാമാന്യഗതിയിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ദളിതർക്കിടയിൽ വിദ്യാഭ്യാസം ലഭിച്ചവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് തന്നെ ഒരുമാതിരി SLC+2 ശരാശരി ആ നിലവാരത്തിലെത്തിയവരാണ് കൂടുതലും.
പക്ഷേ ഇവരിൽ എത്ര ആൾക്കാർക്കാണ് സംവരണം വഴി തൊഴിൽ കിട്ടിയിരിക്കുന്നത്? ഇപ്പം നിലനിൽക്കുന്ന സംവരണ നിരക്ക് വെച്ചിട്ട് 10% എന്നുള്ള സംവരണ നിരക്ക് വെച്ചിട്ട് പോയാൽ തന്നെ ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമേ തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും അത് അങ്ങനെ തന്നെയാണ്. കാരണം വിദ്യാഭ്യാസത്തിൽ അവസരങ്ങൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ തന്നെ എത്ര പേർക്ക് അത് കഴിയും? ആവശ്യത്തിനുള്ള മേഖലകളിൽ പഠിക്കാനായിട്ട് എത്ര വിദ്യാർത്ഥികൾ കഴിയുന്നുണ്ട്? അപ്പോൾ ചുരുക്കത്തിൽ അവസരങ്ങളുടെ പരിമിതി തന്നെയാണ് സംവരണത്തിൻ്റെ നേട്ടങ്ങളും പരിമിതമാകാനായിട്ടുള്ള ഒരു പ്രധാന അടിസ്ഥാനപരമായിട്ടുള്ള ഭൗതിക കാരണം. ഒരു അടിസ്ഥാനപരമായൊരു പരിമിതിയാണ് അവസര സമത്വം. അതിലൂടെ നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ അവസരങ്ങളുടെ പരിമിതി അതിനെ തകിടം മറിച്ചുകൊണ്ടേയിരിക്കുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതിരിക്കരുത്. ഇനി മറ്റൊന്നുള്ളത് ചരിത്രപരമായൊരു പരിമിതിയാണ്. കാരണം നമ്മളിപ്പോൾ ഏത് സംസ്ഥാനത്തിലെയും സംവരണം ലഭിച്ചിരിക്കുന്ന ജാതികളുടെ ഒരവസ്ഥ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിലെ ചില ജാതികൾക്കാണ് കൂടുതൽ നേട്ടമുണ്ടായതെന്ന് കാണാൻ കഴിയും. അതൊരു പക്ഷെ അവരുടെ എണ്ണം കൂടുതൽ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ചരിത്രപരമായിട്ട് അവർക്കുണ്ടായിട്ടുള്ള മേൻകൈ കൊണ്ടായിരിക്കാം. എന്തായാലും ആ അസമാനത അവർക്കിടയിൽ തന്നെ വളരെ പ്രകടമാണ്. ഉദാഹരണത്തിന് കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദിവാസികൾക്കിടയിൽ ജനസംഖ്യയിൽ ഏറ്റവും അധികം വരുന്നത് പണിയരാണ്. പക്ഷെ സംവരണ ആനുകൂല്യം നേടിയിരിക്കുന്ന വിഭാഗങ്ങളുടെ ആയിട്ട് പരിശോധിച്ചുകൊണ്ട് ഏറ്റവും കുറവ് നിൽക്കുന്ന അവരായിരിക്കും. ഏറ്റവും താഴെപ്പടി അവരും അടിയരായിരിക്കും ഏറ്റവും താഴെ നിൽക്കുന്നത്. കാരണം ചരിത്രപരമായിട്ട് അവർ ഇവിടുത്തെ ജന്മികളുടെ എന്താ പറയുക അടിയാളരായിരുന്നു. ദളിതരെ മറ്റേ പൊലിയരെ മറ്റൊക്കെ പോലെ തന്നെ അടിയാളരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ മാത്രമല്ല ദളിതരെ പിന്നീട് പ്രക്ഷോഭങ്ങളിലൂടെ മറ്റൊക്കെ തന്നെ അവർ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുകയും കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തെങ്കിലും അവർ അത്തരത്തിലൊരു പ്രക്ഷോഭത്തിലൂടെ കടന്നു പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ മാത്രമാണ് പിന്നെ പിൽക്കാലത്തുള്ള ഇടതുപക്ഷങ്ങളുടെ സമരവും പ്രത്യേകിച്ചും മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒക്കെ നേതൃത്വം നടന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളിലൂടെയൊക്കെ തന്നെയാണ് കുറച്ചെങ്കിലും പിന്നെ സമീപകാലത്ത് മാത്രമാണ് അവരുടെ നിലയ്ക്ക് തന്നെ അവർ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആദിവാസികളെ നിലയ്ക്കുള്ള ആ വിഭാഗങ്ങളുടെ പ്രക്ഷോഭങ്ങൾ മറ്റൊക്കെ വികസിച്ചു വന്നിരിക്കും. അപ്പോൾ ഈ ചരിത്രപരമായിട്ടുള്ള ഈ പരിമിതി എവിടെയുമുണ്ട്. ഏത് സംസ്ഥാനത്ത് നോക്കിയാലും കാണാൻ പറ്റും. ഉദാഹരണത്തിന് മഹാരാഷ്ട്ര നോക്കുകയാണെങ്കിൽ അവിടുത്തെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും അധികം സംവരണം നേടിയിരിക്കുന്ന ആരാണ്? മഹാറുകളാണ്. അപ്പോൾ അതിനൊരു ചരിത്രപരമായ കാരണമുണ്ട്. കാരണം മഹാരാഷ്ട്രയിലെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ മഹാറുകൾക്ക് ചരിത്രപരമായി തന്നെ ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ അത് അതിൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്കിടയിൽ നിന്നൊക്കെ തന്നെ അവരുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഡോക്ടർ അംബേദ്കറെ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ മഹാർ വിഭാഗത്തു നിന്നാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരിമിതിയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടത് അവഗണിക്കാൻ കഴിയില്ല. കാരണം ഇതിനെ മറ്റു രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ഇവിടുത്തെ ഭരണവർഗ്ഗങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സംവരണം വഴിയാണ് എന്തെങ്കിലും തരത്തിലൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുക, അല്പമെങ്കിലും അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുക എന്നുള്ള ബോധ്യം ഇന്നീ മർദ്ദിത വിഭാഗങ്ങൾക്കിടയിലൊക്കെ തന്നെ വികസിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി മാത്രമല്ല അവർക്കിടയിൽ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച ആൾക്കാരൊക്കെ ഉയർന്നു വരാൻ തുടങ്ങിയതോടുകൂടി ഈ പറയുന്ന സംവരണത്തിന് തോത് പരിശോധിക്കാനായിട്ടും അത് നമ്മൾക്കല്ലല്ലോ അവർക്കാണല്ലോ കൂടുതൽ കിട്ടിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനും മറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സംഘടനകൾ ഉണ്ടാക്കാനായിട്ട് സവിശേഷമായ സംവരണ ആനുകൂല്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ വളരെ ബോധപൂർവം തന്നെ ഭരണവർഗ്ഗങ്ങൾ കുത്തിയിളക്കി വിടുന്നുണ്ട്. കാരണം ദളിതർ അല്ലെങ്കിൽ ആദിവാസികൾ എന്ന നിലയ്ക്കൊക്കെ ഉയർന്നു വരാവുന്ന OBC എന്ന നിലയ്ക്കൊക്കെ ഉയർന്നു വരാകുന്ന ഒരു സാമാന്യ ബോധത്തിനെ വിഘടിപ്പിക്കാനായിട്ട് ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാനായിട്ട് ഇത് ഉപകരിക്കും എന്ന നിലയ്ക്ക് തന്നെ വളരെ ബോധപൂർവം തന്നെ ഭരണവർഗ്ഗങ്ങൾ ഇതിനെ ഒത്താശ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ തന്നെ അതിനെ മോസ്റ്റ് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗം ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ UP തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ BJP പ്രധാനമായിട്ടും കളിച്ച കളി തന്നെയായിരുന്നു. അവിടുത്തെ മധ്യജാതികൾക്കിടയിൽ ഇടനില ജാതികൾക്കിടയിൽ പ്രബലമായിട്ടുള്ള യാദവർ, അതുപോലെ ദളിതർക്കിടയിൽ പ്രബലരായിട്ടുള്ള ജാട്ടവ് വിഭാഗം, ഈ രണ്ട് വിഭാഗത്തിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് മറ്റുള്ള ദളിത് ജാതികളെയും മറ്റുള്ള ഈ പറയുന്ന പിന്നാക്ക ജാതി OBC ജാതികളെയും ഒക്കെ ഐക്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രതിനിധികളെയൊക്കെ ഐക്യപ്പെടുത്തിക്കൊണ്ടുള്ള സഖ്യമാണ് BJP വാർത്തെടുത്തത്. അപ്പോൾ അങ്ങനെയാണ് വോട്ടിൻ്റെ തലത്തിൽ അവർക്ക് മറ്റുവരെ മറികടന്നുകൊണ്ട് വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞിരിക്കണം. അല്ലാതെ ഹിന്ദുത്വത്തിൻ്റെ വിജയമൊന്നും ആയിരുന്നില്ല അവിടെ. കൃത്യമായിട്ടും ജാതി അടിസ്ഥാനത്തിലുള്ള വിജയം തന്നെയായിരുന്നു. പക്ഷേ ഏതായാലും ഭരണവർഗ്ഗങ്ങൾ ഇങ്ങനെ ബോധപൂർവം തന്നെ ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ
അതിനൊരു ഭൗതിക അടിത്തറ ഉണ്ട്, നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. ആ ഭൗതിക അടിത്തറ ഈ പറയുന്ന ചരിത്രപരമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകളുടെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യാൻ പറ്റുക? ഈ പറയുന്ന രീതിയിൽ പ്രത്യേകിച്ച് വിഭാഗങ്ങളായിട്ട് വേർതിരിച്ചുകൊണ്ട് പുതിയ പുതിയ വിഭജനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലാതെ പരിഹരിക്കാൻ നോക്കട്ടെ. കാരണം അത് ആത്യന്തികമായിട്ട് ഭരണവർഗങ്ങളെ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഇവിടെയും അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഈ ദളിത്, ആദിവാസി, അതുപോലെ തന്നെ OBC വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് സംവരണാനുകൂല്യത്തിലൂടെ ഉദ്യോഗം കിട്ടിയിരിക്കുന്ന ആൾക്കാർ, അതിലൂടെ അല്പമെങ്കിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും മറ്റും കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും അവരുടെ സന്തതി പരമ്പരകളാണ് തുടർന്നുള്ള ഓരോ തലമുറയിലും സംവരണാനുകൂല്യങ്ങൾ കൂടുതൽ കൂടുതൽ നേടിയെടുക്കുക. കാരണം ഇവരെ നല്ലപോലെ വിദ്യാഭ്യാസം ചെയ്യിക്കാനായിട്ടും പഴയതിനെ അപേക്ഷിച്ചിട്ട് നല്ലപോലെ വിദ്യാഭ്യാസം ചെയ്യിക്കാനായിട്ടും അങ്ങനെ മത്സരിക്കാനായിട്ട് കൂടുതൽ ക്ഷമത അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും അവരുടെ മാതാപിതാക്കൾ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവരുടെ വിവാഹബന്ധങ്ങളും അത്തരത്തിലുള്ള ആൾക്കാരായിട്ടായിരിക്കും. അത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും കടക്കാനായിരിക്കും അവർ താല്പര്യപ്പെടുക. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ സംവരണാനുകൂല്യം കിട്ടി വന്നിരിക്കുന്ന ദളിത് കുട്ടികളുടെ അടുത്ത് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഭൂരിപക്ഷവും ഇത്തരം പശ്ചാത്തലത്തിൽ നിന്ന് വന്ന കുട്ടികളായിരിക്കും. കർഷക തൊഴിലാളി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദരിദ്ര ഭൂരഹിത കർഷക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർ വളരെ വിരലെണ്ണാവുന്നവരായിരിക്കും. ഓരോ തലമുറ കഴിയും തോറും അത് കൂടി വരികയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഒരു വേർതിരിവ് കൂടി പരിഗണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം വേർതിരിവുകൾ പരിഗണിക്കണമെങ്കിൽ, അതിനെ അഭിസംബോധന ചെയ്യണമെങ്കിൽ ഭരണവർഗങ്ങൾക്ക് അതിനെ ഇടപെടാനായിട്ടുള്ള അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് ആ ഐക്യം നിലനിർത്തിക്കൊണ്ട് അതിനെ അഭിസംബോധന ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സവിശേഷമായിട്ടുള്ള നയങ്ങൾ അവിടെയും ആവിഷ്കരിക്കേണ്ടതുണ്ട്. അവിടെയും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മുൻഗണനാ സമീപനം, ക്രീമി ലെയർ അല്ല, ഒരു നിശ്ചിത വരുമാനത്തിന് മേലുള്ള ആൾക്കാരെ സംവരണം ഒഴിവാക്കാന്നുള്ള ക്രീമി ലെയർ എന്ന് പറയുന്ന അസംബന്ധമല്ല, കൃത്യമായിട്ട് സവർണ താല്പര്യത്തിന് മാത്രം കാത്തിരക്ഷിക്കുന്ന ഒരു നയമാണ്. അതല്ല, നേരെ മറിച്ച് ഇവരിൽ തന്നെയുള്ള ദരിദ്ര പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു നയ സമീപനത്തിലൂടെ ഈ അസമാനതയെ പരമാവധി കുറച്ചു കൊണ്ടുവരാനായിട്ട് ഒരു സമീപനം, അതൊരു പുരോഗമന ശക്തികൾ, ജനാധിപത്യ ശക്തികൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ആവശ്യം തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ സംവരണത്തിൻ്റെ ആ പരിമിതി, അടിസ്ഥാനപരമായിട്ടുള്ള പരിമിതി നമ്മൾ മറക്കരുത്. കാരണം അവസരങ്ങളുടെ പരിമിതി ആണ് അതിൽ ഏറ്റവും വലിയ പരിമിതി. അതൊരു ഭൗതിക യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി സംവരണം മാത്രമല്ല, ഏതൊരു ജനാധിപത്യ അവകാശത്തിൻ്റെയും ഒരു പരിമിതി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ജനാധിപത്യ അവകാശങ്ങൾ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളാണ്. അതെവിടെയായാലും ശരി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പോരാട്ടങ്ങളിലൂടെ നേടിയെടുക്കുന്ന ഈ അവകാശങ്ങൾ നിലനിൽക്കുന്നതും നടപ്പാക്കപ്പെടുന്നതും നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്കകത്താണ്. ആ സാമൂഹ്യ വ്യവസ്ഥിതിയാകട്ടെ അതിൻ്റെ ചൂഷക സ്വഭാവം നിലനിർത്തുന്ന ഒന്നാണ്. അപ്പം അങ്ങനെ ചൂഷക സ്വഭാവം നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിക്കകത്ത് ജനങ്ങളുടെ അവരുടെ പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുക്കുന്ന ഒരു ജനാധിപത്യ അവകാശത്തിന് ആ പരിമിതി തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടായിരിക്കും. പോരാട്ടത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഈ ജനാധിപത്യ അവകാശത്തെ പോരാട്ടത്തിലൂടെ നിലനിർത്തി വിപുലപ്പെടുത്തേണ്ട ഒരു കാര്യത്തെ ഭരണവർഗങ്ങളുടെ ഭരണഘടന വഴിയാണ് കിട്ടിയത് എന്നൊരു ധാരണ സൃഷ്ടിക്കാൻ ഭരണവർഗങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ച് അവർ പറയാം, ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ചല്ല. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. കാരണം ജനാധിപത്യ അവകാശം ജനങ്ങളായിട്ട് ഉന്നയിച്ചൊരു കാര്യമാണ്, അവരുടെ പ്രക്ഷോഭങ്ങളോട് ഉന്നയിച്ചൊരു കാര്യമാണ്. ആ പ്രക്ഷോഭത്തിന് അവഗണിക്കാൻ കഴിയില്ല. അതിനെ അവഗണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ തൽക്കാലം അതിനെ അടക്കി നിർത്താനായിട്ട് ഇരിക്കട്ടെ, ഇത് കുറച്ചൊക്കെ വിട്ടുകൊടുക്കാം എന്ന് പറയുന്നതാണ് ഭരണഘടനാപരമായിട്ട് അവകാശമായിട്ട് വരുന്നത്. അത് നടപ്പാക്കിയെടുക്കാനായിട്ട്, ഉന്നയിക്കാനായിട്ട് ഡോക്ടർ അംബേദ്കറെ പോലെ ആൾക്കാർ, ഇന്ത്യയുടെ സന്ദർഭത്തിൽ ഡോക്ടർ അംബേദ്കറെ പോലെ ആൾക്കാരൊക്കെ ശക്തമായ വാഗ്വാദങ്ങളും സമരങ്ങളും തർക്കങ്ങളൊക്കെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഉന്നയിച്ചെന്ന് യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ തന്നെ അവരങ്ങനെ പോയി ഇടപെട്ടുകൊണ്ട് മാത്രമേ അവർ അനുവദിച്ചു കൊടുത്ത കാര്യമൊന്നും അല്ല. അത് നേരെ മറിച്ച് അത് അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഏർവാടയിൽ ഗാന്ധി ഒത്തുതീർപ്പിന് തയ്യാറാവുന്നത്. അങ്ങനെ തന്നെയാണ്. ആ ഒത്തുതീർപ്പിലൂടെ വലിയൊരു വഞ്ചനയാണ് നടപ്പാക്കിയതെങ്കിലും ആദ്യത്തെ കടുംപിടുത്തത്തിൽ നിന്ന് മാറാൻ ഗാന്ധി നിർബന്ധിതനാവുന്നത് അങ്ങനെയാണ്. കാരണം അതല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തായിട്ട് ഒരു തെറ്റിപ്പിരിയലാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭരണഘടനാപരമായ അവകാശങ്ങളല്ല പ്രശ്നം, ജനാധിപത്യ അവകാശമാണ് പ്രശ്നം. ആ ജനാധിപത്യ അവകാശങ്ങളെ, നേടിയെടുത്ത ജനാധിപത്യ അവകാശങ്ങളെ നിലനിർത്തുക,
ഉറപ്പിക്കുക, അതിനെ വിപുലീകരിക്കുക എന്ന് പറയുമ്പോൾ അപ്പോഴും പ്രക്ഷോഭത്തിലെ ജനങ്ങളുടെ പോരാട്ടത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷെ എത്ര തന്നെ ജനങ്ങൾ ഈ വ്യവസ്ഥയ്ക്ക് അകത്തു നിന്ന് പോരാടിയ തന്നെ ഇപ്പം ആത്യന്തികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മുൻഗണന കൊടുക്കുക എന്നുള്ള നയങ്ങൾ ആവിഷ്കരിക്കുക. നയങ്ങൾ എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്? ഭരണഘടനാപരമായ ഒരു തീരുമാനമായിട്ട് മാറ്റുന്നത്, ഒരു നിയമമായിട്ടോ ഒരു തീർപ്പായിട്ടോ കൊണ്ടുവരണം. അപ്പോൾ അത് ഈ വ്യവസ്ഥയ്ക്കകത്ത് തന്നെയാണ് ഒതുങ്ങി നിൽക്കുക. എന്ന് വെച്ചാൽ അത് ചെയ്യേണ്ട എന്നല്ല, അതിൻ്റെ പ്രസക്തി ഇല്ല എന്നല്ല, പക്ഷെ അതിൻ്റെ ആ പരിമിതി അപ്പോഴും അത് അവശേഷിപ്പിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൽ പരിഷ്കരണവാദത്തിൻ്റെ ഒരു തലം എപ്പോഴും ഒരു സാധ്യതയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ മതി, ഇതിലൊക്കെ തന്നെ കഴിയുള്ളൂ, ഇതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടതൊന്നുമില്ല. അവിടെയാണ് ഈ ഭരണഘടനാപരമായ അവകാശം ഇങ്ങനെ ആവർത്തിച്ച് ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജനാധിപത്യ അവകാശത്തിൻ്റെ പ്രശ്നത്തിലേക്കല്ല കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ പരിഹാരം അല്ല, മറ്റേതെങ്കിലും പരിഷ്കാരവുമല്ല, മറിച്ച് ഇതെല്ലാം ആവശ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ തന്നെ ഇല്ലാതാക്കലാണ്. സംവരണം എന്തുകൊണ്ടാണ് ആവശ്യമായിട്ട് വരുന്നത്? ജാതീയമായിട്ടുള്ള അവശതകൾ തുടരുന്നത് കൊണ്ട്. അപ്പോൾ ജാതി നശീകരണത്തിലൂടെ അത്തരം അവശതകളെ ഇല്ലാതാക്കാനായിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങളിലൂടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള അവസര സമത്വം സാധ്യമാകും. അപ്പോൾ അതുകൊണ്ട് ഒരു വശത്ത് ജാതി നശീകരണത്തിൻ്റെ, ജാതി ഉന്മൂലനത്തിൻ്റെ, മറുവശത്ത് ചൂഷണത്തിൻ്റെ, അതുപോലെ തന്നെ സാമ്രാജ്യത്വ ആധിപത്യത്തിൻ്റെ ഇത്തരത്തിലുള്ള എല്ലാവിധ മർദ്ദക സംവിധാനങ്ങളെയും ചൂഷക സംവിധാനങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു സംരംഭത്തിലൂടെ മാത്രമാണ്, അത്തരത്തിലൊരു ജനാധിപത്യ വിപ്ലവത്തിലൂടെ മാത്രമാണ് ഇതിന് നമുക്കൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാ സഹാക്കൾക്കും സുഹൃത്തുക്കൾക്കും അഭിവാദ്യം. അപ്പോൾ ഇനി എന്തോ ചോദ്യങ്ങളൊക്കെ ഉള്ളത് അതിന് തുടർന്ന് ചെയ്യാം. ദലിതരിലെ ഉദ്യോഗസ്ഥരുടെ മക്കളെ ഒഴിവാക്കുക എന്നത് തന്നെയാണ് സവർണർ ഉന്നയിക്കുന്ന ക്രീമി ലെയർ. നിലവിലെ സംവരണത്തിനെ അട്ടിമറിക്കുന്നത് തന്നെ പരിശോധിക്കണമെന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമില്ല. കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല ആ ചോദ്യം. രണ്ടാമത്തെ വാചകം. ഇതിൽ ആദ്യത്തെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദലിതരുടെ ഉദ്യോഗസ്ഥരുടെ മക്കളെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അത് സ്വാഭാവികമായിട്ടും അവർ കുറെ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലാണ് അവർക്ക് ജീവിക്കാൻ കഴിയുക. വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ പുതിയ പുതിയ സാധ്യതകളെ കുറിച്ച് അറിയാനായിട്ടുള്ള അവസരങ്ങൾ അങ്ങനെയൊക്കെ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദളിതരിൽ തന്നെയുള്ള അടിസ്ഥാന വർഗ്ഗങ്ങളിൽ പെടുന്ന അല്ലെങ്കിൽ അടിത്തരം വർഗ്ഗങ്ങളിൽ ഏറ്റവും താഴെ തട്ടുള്ള ആൾക്കാരെ അപേക്ഷിച്ച് അവരുടെ അവസ്ഥ മെച്ചം തന്നെ. പക്ഷെ അതുകൊണ്ട് അവരെ ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ അതുകൊണ്ട് അവർ ജാതീയമായിട്ടുള്ള വിവേചനവും അസമത്വവും നേരിടുന്ന അവസാനിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുന്നത്. അത് അവസാനിച്ചിട്ടില്ല എങ്കിൽ, അതപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സംവരണാനുകൂല്യം നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗ കയറ്റത്തിൻ്റെ കാര്യത്തിലും സംവരണം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. മാവോയിസ്റ്റുകൾ കാലാകാലങ്ങളായിട്ട് ഉറച്ച് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെ ഒരു കാരണവശാലും ഇല്ലാതാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈ വിഷയത്തിന് വസ്തുതാപരമായിട്ട് ചില തെളിവുകളുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉദ്യോഗ കയറ്റത്തിലെ സംവരണത്തെക്കുറിച്ചുള്ള വലിയ തർക്കങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ കൂടി ഒരു പരീക്ഷ നടത്തുകയുണ്ടായി. പത്രങ്ങളിൽ വന്നിട്ടുള്ള തൊഴിൽ പരസ്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഈ എല്ലാ തൊഴിൽ പരസ്യങ്ങളും, ഒരു 5-10 തൊഴിൽ പരസ്യങ്ങൾ എടുത്തു വെച്ചിട്ട് അവർ അതിനുവേണ്ടി അപേക്ഷകൾ അയച്ചു. അതിൽ കൃത്യമായിട്ടും 2 കാര്യമാണ് അവർ ചെയ്യുന്നത്. ഒന്ന്, അപേക്ഷകന്റെ ജാതി ഏറെക്കുറെ മനസ്സിലാക്കുന്ന തരത്തിലാണ് അവർ അപേക്ഷ തയ്യാറാക്കിയത്. 2, ഇതിൽ ദളിത്, OBC ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ അപേക്ഷകൾ, പ്രത്യേകിച്ചും ദളിതരുടെ അപേക്ഷകൾ ആവശ്യത്തിലധികം കഴിവ് കാണിച്ചുകൊണ്ട്, ക്വാളിഫിക്കേഷൻ കാണിച്ചുകൊണ്ടാണ് അപേക്ഷിച്ചത്. ഉദാഹരണത്തിന് ആവശ്യപ്പെടുന്നത് ഡിഗ്രി ആണെങ്കിൽ അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ കാണിച്ചു, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ PhD കാണിച്ചു, അങ്ങനെയാണ്. മറിച്ച് സവർണരായിട്ടുള്ള അപേക്ഷകളിൽ ഒന്നുമില്ലെങ്കിൽ ആവശ്യപ്പെട്ട അത്ര തന്നെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അല്പം കുറഞ്ഞിട്ടോ ആണ് കാണിച്ചത്. എന്ന് പറയുമ്പോൾ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടെങ്കിൽ ഡിഗ്രി മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അതല്ലെങ്കിൽ ഡിഗ്രി നോട്ട് കംപ്ലീറ്റഡ് എന്ന് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അപേക്ഷകൾ അയച്ചു കൊടുത്തു.
അതിൽ വിവിധ മതവിഭാഗങ്ങളുടെ പേരിലുള്ള അപേക്ഷകൾ ഉണ്ടായിരുന്നു, ദളിതരായിട്ടുള്ള ആൾക്കാരുടെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഈ പറയുന്ന സവർണ വിഭാഗങ്ങളുടെ. എന്നിട്ട് ഇതിൻ്റെ പ്രതികരണമാണ് അവർ പരിശോധിച്ച് നോക്കി. അപ്പോൾ പ്രതികരണം കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ഒരു സവർണന് കിട്ടിയ അത്ര തന്നെ പ്രതികരണങ്ങൾ ക്വാളിഫിക്കേഷൻ കൂടിയ ഒരു ദളിതന് കിട്ടിയിട്ടില്ല. അപ്പോൾ വേണ്ട ഇത് പരിഗണന അല്ല, വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ യോഗ്യത കാണിച്ചുകൊണ്ട് അപേക്ഷിച്ചൊരു ദളിതന് അങ്ങനെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. നേരെ മറിച്ച് അത്ര തന്നെ യോഗ്യതയുള്ളൂ എന്നും പറഞ്ഞത് ഒരു സവർണൻ ഉറപ്പായിട്ടും പ്രതികരണം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ തൊഴിൽ രംഗത്ത് ഇനിയിപ്പോൾ അതുപോലെ എന്താ പറയുക, അഭിമുഖത്തിന് വേണ്ടി പോകുന്ന ഇൻ്റർവ്യൂവിന് പോകേണ്ട അവസരത്തിലായാലും കൊള്ളാം, ഏതൊക്കെ അവസരങ്ങളിലായാലും ശരി, കൃത്യമായിട്ടും ജാതി നോക്കിയിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. അവിടെ വരുന്നിരിക്കുന്ന ദളിത് യുവാവ് അല്ലെങ്കിൽ യുവതി ഒരു PhD-കാരിയാണ്, അവരുടെ അച്ഛൻ ഇവിടുത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള IAS ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല പരിഗണന. മറിച്ച് ആ ദളിത് യുവതിയെ അല്ലെങ്കിൽ യുവാവിനെയോ കിട്ടുന്ന അധിക പരിഗണനയായിരിക്കും അവിടെ വരുന്ന മറ്റൊരു സവർണ പയ്യന് അല്ലെങ്കിൽ യുവതിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ക്രീമി ലെയറിൻ്റെ തത്വം പ്രകാരം ഇവരെ ഒഴിവാക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റ് തന്നെയാണ്. വസ്തുതകൾക്ക് യാഥാർത്ഥ്യത്തിനൊട്ടും പൊരുത്തപ്പെടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ക്രീമി ലെയർ സിദ്ധാന്തത്തിൽ എതിർക്കേണ്ടത്. ദളിതരിലെ ഉദ്യോഗസ്ഥരുടെ മക്കളെ കൂടാതെ ദരിദ്രരായ ദളിതരെ പരിഗണിക്കണമെന്ന് പറയുമ്പോൾ അത് ജാതി സംവരണം ഇല്ലാതാക്കുകയില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് മുൻഗണന നൽകുക എന്നുള്ളതാണ്, അല്ലാതെ മറ്റവരെ ഒഴിവാക്കിക്കൊണ്ട് ഇവർക്ക് കൊടുക്കുക എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം JNUവിൽ നടപ്പാക്കിയിരിക്കുന്ന ഒരു അഡ്മിഷൻ തത്വം, അവർ അവിടെ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ, പുതുതായിട്ട് ചേരാൻ അപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വന്നിരിക്കുന്ന അവരുടെ ജാതി പശ്ചാത്തലം, അവർ വന്നിരിക്കുന്ന പ്രദേശങ്ങൾ, പിന്നാക്ക പ്രദേശമാണ്, എത്തരത്തിലുള്ള നഗരമാണോ നാട്ടിൻപുറമാണോ, പിന്നാക്ക പ്രദേശമാണ്, എത്തരം പ്രദേശങ്ങളാണ്, അത്തരം കാര്യങ്ങൾ, അതുപോലെ അവരുടെ ലിംഗപദവി, പിന്നെ അവരവരുടെ കുടുംബത്തിലെ ആദ്യമായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വന്നിരിക്കുന്ന വ്യക്തിയാണോ അല്ലയോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് മാർക്കിടുകയും അതിൻ്റെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഒരു ക്രമപ്പെടുത്തലിലൂടെയാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പം അത് സംവരണത്തിൻ്റെ കാര്യത്തിൽ അത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ പറയുന്ന SC/ST സംവരണം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഈ സമീപനമാണ് ഞാൻ സൂചിപ്പിച്ച് മുൻഗണന കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അല്ലാതെ സമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരോ മറ്റോ എന്ത് തരത്തിലായാലും ശരി, സമ്പന്നരായിട്ടുള്ള വിഭാഗങ്ങളെ, അത് OBC-യിലായാലും കൊള്ളാം, ദളിതരായാലും കൊള്ളാം, ആദിവാസി ആയാലും ശരി, അവരെ ഒഴിവാക്കിക്കൊണ്ട് അവരിലെ ദരിദ്രർക്ക് ആനുകൂല്യം കൊടുക്കാമെന്നല്ല ഞാൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കാളികളായ ഈ ലൈവ് ശ്രവിച്ച ചോദ്യങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഈ സംവാദം സജീവമാക്കിയ മുഴുവൻ ആളുകൾക്ക് നന്ദി പറയുകയാണ്. ഒരുപാട് ഷെയറുകൾ ചെയ്തിട്ടുണ്ട്. ഈ വിഷയം എല്ലാവരിലും എത്തണമെന്ന് ആഗ്രഹിച്ച, ഈ ലൈവ് ശ്രവിക്കാൻ വേണ്ടി പങ്കാളിത്തം ഉറപ്പാക്കിയ എല്ലാവരെയും ഹാർദവമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി പറ്റും. തുടർന്നുള്ള സംവാദ പരമ്പരകൾ, അതിൻ്റെ ഡേറ്റ് ഫേസ്ബുക്ക്, വാട്സാപ്പ്, സോഷ്യൽ മീഡിയകൾ വഴി ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വിഷയം ആഗോളവൽക്കരണത്തിൻ്റെ 3 പതിറ്റാണ്ടുകളും ഇന്ത്യൻ സമ്പദ്ഘടന എന്ന വിഷയം KP സേതുനാഥ് അവതരിപ്പിക്കും. ആ ദിവസം എല്ലാവരും ഇതേപോലെ ലൈവിൽ വന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.